الله الرحمن الرحيم قل يا أهل الكتاب تعالوا إلى كلمة سواء بيننا وبينكم ألا نعبد إلا الله ولا نشرك به شيئا ولا يتخذ بعضنا بعضا أربابا من دون الله فإن تولوا فقولوا اشهدوا بأننا مسلمون. സാക്ഷാൽ ദൈവത്തിൽ നിന്നുള്ള രക്ഷയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. പരസ്പരമുള്ള സ്നേഹത്തേക്കാൾ വെറുപ്പുകളും മാത്രമുള്ള അശാന്തമായ തിരുവീതിയാണ് ജീവിതം എന്ന്. അങ്ങനെ അകൽച്ചകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവിടെ അടുപ്പിക്കുന്ന വാക്കുകൾ കുറവാണ്. പരസ്പരം ഒന്നിച്ച് ചേർക്കുന്ന സദസ്സുകൾ കുറവാണ്. എല്ലാവർക്കും ഒരുമിച്ച് ഇരിക്കാനുള്ള അവസരങ്ങളും കുറവാണ്. എന്നാൽ മനുഷ്യനെ പരസ്പരം ഭിന്നിക്കുന്ന വാക്കുകൾ കുറേയുണ്ട്. പരസ്പരം അകറ്റാൻ പറ്റുന്ന മാർഗങ്ങൾ ധാരാളമുണ്ട്. കേരളത്തിൽ നിന്ന് ഈയിടെയായിട്ട് നമ്മുടെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ ഡൽഹിയിലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി പോയി. അങ്ങനെ അദ്ദേഹം കേരള ഹൗസിൽ താമസിച്ച് പിറ്റേ ദിവസം രാവിലെ ഒരു ടാക്സി കാർ എടുത്തിട്ട് സമ്മേളന സ്ഥലത്തേക്ക് പോവുകയായിരുന്നു. അപ്പോൾ കുറേ ദൂരം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ആ വണ്ടിയുടെ ഡ്രൈവറെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരുങ്ങി. അങ്ങനെ ഡ്രൈവറോട് പരിചയം ആരംഭിക്കൽ പേര് ചോദിച്ചിട്ടാണല്ലോ. അദ്ദേഹം പേര് ചോദിച്ചു. പക്ഷേ ഇയാൾ പേര് പറയണില്ല. വീണ്ടും പേര് ചോദിച്ചു. അപ്പോഴും പേര് പറയണില്ല. പിന്നെ ചോദിച്ചപ്പോഴും മൗനമായിരുന്നു മറുപടി. അപ്പോൾ ഇയാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ പേര് പറയാത്തത്? ഞാൻ ഇത്ര നേരവും ചോദിച്ചിട്ട് എന്തുകൊണ്ടാണ് പേര് പറയാത്തതെന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിലെ അതിസാധാരണക്കാരനായ ആ പാവം മനുഷ്യൻ പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എൻ്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ പേര് പറയണത് ഒരു മുസ്ലിമിൻ്റെ പേരാണ് എങ്കിൽ, നിങ്ങളൊരു ഹിന്ദു ആണ് എങ്കിൽ അത് നിങ്ങൾക്കൊരു പ്രയാസമാകുമോ എന്ന് എനിക്കൊരു സംശയം. അതല്ല, നിങ്ങൾ എൻ്റെ പേര് ചോദിക്കുമ്പോൾ ഞാൻ പേര് പറയണത് ഒരു ഹിന്ദുവിൻ്റെ പേരാണെങ്കിൽ, നിങ്ങളൊരു മുസൽമാനാണെങ്കിൽ നിങ്ങൾക്കതൊരു പ്രയാസമാകുമോ എന്ന് ഞാൻ ആശങ്കിക്കുന്നു എന്നാണ് അയാൾ പറയണത്. മുസ്ലിമായ ഒരു ഇന്ത്യക്കാരന് മുസ്ലിമായ ഒരു ഹിന്ദുവിനോട് പേര് പറയാൻ പേടി തോന്നുന്ന കാലം അത്യന്തം അപകടകരമായൊരു കാലമാണ്. ഇന്ത്യക്കാരനായ ഒരു ക്രിസ്ത്യന് ഇന്ത്യക്കാരനായ ഒരു മുസ്ലിമിനോട് പേര് പറയാൻ പേടി തോന്നുന്ന കാലം അത്യന്തം പേടിപ്പിക്കുന്നൊരു കാലമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം വലിയ ദൂരം എന്താണ്? രാജ്യത്തിൻ്റെ ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്കുള്ള ദൂരമല്ല, അത് വളരെ കുറഞ്ഞു പോയി. മണിക്കൂറുകൾ കൊണ്ടോ നിമിഷങ്ങൾ കൊണ്ടോ പോയി വരാവുന്ന ദൂരമേ ഉള്ളൂ. എന്നാൽ ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും വലിയ ദൂരമായി തീർന്നിട്ടുള്ളത് മനുഷ്യർ തമ്മിലുള്ള ദൂരമാണ്, മനസ്സുകൾക്കിടയിലുള്ള ദൂരമാണ്, മതങ്ങൾക്കിടയിലുള്ള ദൂരമാണ്. വീടുകളൊക്കെ അടുത്തടുത്ത് വരുമ്പോഴും മനസ്സുകൾ അകന്നു പോകുന്ന കാഴ്ചയാണുള്ളത്. ഈ അടുത്ത് കേരളത്തിലെ വളരെ പ്രശസ്തനായൊരു യുവകവിയാണ് പവിത്രൻ തീക്കുനി. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കവിത അച്ചടിച്ചു വന്നിരുന്നു. അദ്ദേഹം ആ കവിതയിൽ പറയുന്നത്, എൻ്റെ അയൽക്കാരാ, നിന്നോട് ഞാൻ പണം കടം ചോദിച്ചിട്ടില്ല, നിന്നെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല, എൻ്റെ മക്കൾ നിൻ്റെ വീട്ടിൽ വന്നൊന്നും ചെയ്തിട്ടില്ല, ഞാനും നീയും തമ്മിലൊരു അപകടവും നടന്നിട്ടില്ല. പിന്നെ എന്തിനാണ് നമുക്കിടയിൽ ഇത്രയും വലിയ ഒരു മതിൽ നീ പണിതിട്ടുള്ളത് എന്ന്. ഇത് വീടുകൾക്കിടയിൽ മാത്രമുള്ള മതിലുകളല്ല, മനുഷ്യൻ്റെ മനസ്സുകൾക്കിടയിൽ വലിയ കൽഭിത്തികൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
അതിശക്തമായ ഇരുമ്പ് മറകൾ, തകർക്കാനാവാത്തത്രയും കടുത്ത ഇരുമ്പ് മറകൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മൾക്കിങ്ങനെ കൂടിച്ചേർന്നിരിക്കാനുള്ളത്. പലതിൻ്റെയും പേരിൽ പല കാരണങ്ങൾ കൊണ്ട് അകന്നകന്നിരിക്കുന്ന മനുഷ്യനെ ഒരൊറ്റ കാരണം കൊണ്ട് നമുക്ക് പിടിച്ചു നിർത്താൻ കഴിയണം. നമ്മളെ എല്ലാവരെയും തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന അടിസ്ഥാനപരമായ ഒരു കണ്ണിയുണ്ട്. അവിടെയാണ് നമുക്ക് ഒന്നിച്ചു ചേർന്നിരിക്കാനുള്ളത്. നമ്മുടെ ചരിത്രം വിഭാഗീയതയുടെ ചരിത്രമല്ല. 1885 ആദ്യമായി ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം രൂപപ്പെടുന്നത്. പക്ഷേ 1885 ഇന്ത്യയിൽ ആദ്യമായി സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടാകുന്നത് 1885. പക്ഷെ ഇന്ത്യയിൽ ആദ്യമായി സ്വാതന്ത്ര്യ സമരം ഉണ്ടായതോ 1850. അപ്പൊ ഇന്ത്യക്കാരനായ ഹിന്ദുവിനും ഇന്ത്യക്കാരനായ മുസ്ലിമിനും ഇന്ത്യക്കാരനായ ക്രിസ്ത്യനും സ്വരാഷ്ട്രീയനും ജിനനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമില്ലാതിരുന്ന കാലത്ത്, ഒരു രാഷ്ട്രീയ നേതാവില്ലാതിരുന്ന കാലത്ത്, ഒരു രാഷ്ട്രീയ പതാകയില്ലാതിരുന്ന കാലത്ത് ഇന്ത്യ എന്ന മഹാരാജ്യം ആയിരക്കണക്കിന് നാട്ടുരാജ്യങ്ങളായി വിഭജിക്കപ്പെട്ട ഒരു കാലത്ത് ഇന്ത്യക്കാരനായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ഈ ഇന്ത്യക്ക് വേണ്ടി പോരാടിയത് എന്തിൻ്റെ പേരിലായിരുന്നു? രാഷ്ട്രീയമായിരുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയായിരുന്നു വെള്ളപ്പട്ടാളത്തോട്, ബ്രിട്ടീഷ് ആധിപത്യത്തോട് ഇന്ത്യക്കാരൻ പോരാടിയത്? മരിച്ചു പോകാത്ത അവൻ്റെ മതവിശ്വാസം കൊണ്ടായിരുന്നു. ഇന്ത്യക്കാരനായ ഹിന്ദുവിനറിയാം ഈ രാജ്യത്തെ സംരക്ഷിക്കണമെന്ന്. ഇന്ത്യക്കാരനായ ഒരു മുസൽമാൻ അറിയാം, എൻ്റെ ജന്മദേശമാണ്, എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തോടുള്ള കൂറ് എന്ന്. ആ കൂറും ഭക്തിയും ഇഷ്ടവുമായിരുന്നു അവൻ്റെ മേൽ ചവിട്ടിയരക്കപ്പെട്ടിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ വെള്ളക്കൊടിക്കെതിരെ അവൻ പോരാടിയത്. ശരി, ആ ബ്രിട്ടീഷുകാരൻ്റെ കീറക്കൊടികൾ വലിച്ചു ചീന്തിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വല്യച്ഛന്മാരും വല്യമ്മമാരും മനസ്സിൽ മതത്തിൻ്റെ വേലികൾ ഉണ്ടാക്കിയ ആളുകളായിരുന്നില്ല, മറിച്ച് പരസ്പരം ഇഷ്ടപ്പെട്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ ആളുകളായിരുന്നു. അങ്ങനെ ഒരു പാരമ്പര്യം നമ്മൾക്കുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പൊന്നാനിയിൽ 2 ചെറിയ കുട്ടികൾ ജീവിച്ചിരുന്നു. ഒരു കുട്ടിയുടെ പേര് ഗോവിന്ദൻ എന്നായിരുന്നു, വേറൊരു കുട്ടിയുടെ പേര് അലവി എന്നായിരുന്നു. അപ്പോൾ ഈ ഗോവിന്ദൻ വരുന്നത് വലിയൊരു മനയിൽ നിന്നാണ്. ഒരു ഹൈന്ദവ തറവാടാണ്, നല്ല പേരും പെരുമയും ഒക്കെ ഉള്ളൊരു ഹൈന്ദവ തറവാടാണ്. അവിടെ നിന്നാണ് ഗോവിന്ദൻ സ്കൂളിലേക്ക് വരുന്നത്. പക്ഷേ ഗോവിന്ദന് പട്ടിണിയാണ്. ഗോവിന്ദന് പട്ടിണിയാണ് എന്ന കാര്യം ആ സ്കൂളിൽ ആർക്കും അറിയില്ല, അലവിക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അലവി ഒരാളോടും അക്കാര്യം പറഞ്ഞ് പ്രചരിപ്പിച്ചില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? അലവിയുടെ ഉപ്പയ്ക്ക് ഒരു ചെറിയ കടയുണ്ട്. ആ കടയിൽ നിന്ന് എല്ലാ ദിവസവും ഓരോ പഴം മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഗോവിന്ദന് കൊടുക്കും. ഗോവിന്ദൻ ആ പഴമാണ് കഴിച്ച് പിന്നെ ഓരോ ഉച്ചനേരവും വിശപ്പടക്കുന്നത്. അങ്ങനെ ഓരോ ദിവസവും ഇത് മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ദിവസം അലവിയുടെ ഉപ്പത് കണ്ടുപിടിച്ചു. ഉപ്പ കണ്ടുപിടിച്ചെന്ന് മാത്രമല്ല, അലവിക്ക് നല്ല അടി കിട്ടി. ഉപ്പയുടെ അടുത്ത് ധാരാളം അടി കിട്ടിയപ്പോഴും അലവി പറഞ്ഞില്ല. എന്ത് പറഞ്ഞില്ല? ഇതെനിക്ക് വേണ്ടി എടുത്തതല്ല ഉപ്പ, എൻ്റെ ഗോവിന്ദന് വേണ്ടി എടുത്തതാണെന്ന് പറഞ്ഞില്ല. കാരണം എന്താണ്? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പയും അറിയും ഗോവിന്ദൻ്റെ വീട്ടിലെ പട്ടിണി, അതുകൊണ്ട് പറഞ്ഞില്ല. ആ അടി സ്വന്തമായിട്ട് മേടിക്കുകയാണ് ആര് ചെയ്യുന്നത്? അലവി ചെയ്യുന്നത്. ഈ 2 ആളുകളും വലിയ ആളുകളായി. അലവി ആ പൊന്നാനിയിലെ വലിയ ഒരു മാപ്പിളക്കാരണവരായി മാറി, മുസ്ലിം കാരണവരായി മാറി. ഗോവിന്ദൻ ആ പൊന്നാനിയിലെ വലിയ ഒരു പ്രമുഖനായ ആളായി മാറി. പൊന്നാനിയിൽ നിന്ന് വളർന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് വളർന്ന് കേരളത്തിൻ്റെ യശസ്സോളം ഉയർന്ന മഹാകവിയായ ഇടശ്ശേരിയായി മാറി. ആ ഇടശ്ശേരി മഹാകവിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യം പുറത്തിറങ്ങുന്നുണ്ട്. അദ്ദേഹം എഴുതിയ ആ കാവ്യത്തിൻ്റെ പേര് തന്നെ ഇസ്ലാമിൻ്റെ വൻമല എന്നാണ്. മുസ്ലിങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തെ സൗഹൃദം, ഇതൊക്കെയാണ് ആ കവിതയിൽ പറയുന്നത്. കൂട്ടത്തിൽ അദ്ദേഹം ഒരു വരി എഴുതുന്നുണ്ട്. ആ ചെറുപ്പകാലത്ത് പഴം മോഷ്ടിച്ചു കൊണ്ടുവന്ന അലവിയെക്കുറിച്ച് അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം പാടുന്നുണ്ട്: 100% ഞാനൊരാര്യക്കൂറും കൊടുമയുമുള്ള ഹിന്ദു, എങ്കിലും മാപ്പിളെ നീ എൻ അലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ, കാഫിർ എന്നെ വിളിച്ചുകൊള്ളൂ,
കുടുമ വെക്കാതെ കഴിഞ്ഞുകൊള്ളൂ, 100% മാപ്പിളപ്പേരും പെരുമയും വെച്ചു പോറ്റു, നമ്മൾക്കൊന്നായി മുന്നോട്ട് പോയി നന്മയോ തിന്മയോ നേടാമൊപ്പം എന്നാണ്. ഞാനൊരു ഹിന്ദുവാണ്, 100% ഞാനൊരു ഹിന്ദുവാണ്, പക്ഷേ നീ എൻ്റെ അലവിയാണ് എന്ന് പറയുന്ന ആത്മബന്ധത്തിൻ്റെ ഒരു സുഹൃതമുണ്ട്. ആത്മീയമായ ഒരു ബന്ധത്തിൻ്റെ അങ്ങേയറ്റത്തെ ഒരു മനോഹാരിതയുണ്ട്. ആ മനോഹാരിത അവർ തിരിച്ചറിയാണ്. മതം എന്ന് പറയുന്നത് നമ്മളെ പരസ്പരം തല്ലാനും കൊല്ലാനുമുള്ള മാർഗമല്ലടോ, നമ്മളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പൊക്കിൾ കൊടിയുടെ പേരാണ് മതം എന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ മതഭ്രംശം ഉണ്ടായത് 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർത്തു എന്നുള്ളതാണ്. അത് മുസ്ലിമിൻ്റെ മാത്രം വേദനയല്ല, അത് രാജ്യത്തിൻ്റെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യരുടെയും വേദനയായിരുന്നു. ആ വേദന എല്ലാവരും പങ്കുവെച്ച വേദനയായിരുന്നു. പക്ഷേ നമ്മൾ അറിയാത്തൊരു ചരിത്രം അതേ ദിവസം അതേ ബാബരി മസ്ജിദിൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പത്രക്കാരനും നമ്മളോട് ആ കഥ പറഞ്ഞിട്ടില്ല, ഒരു ചാനലുകാരനും ചാകരയായിട്ട് അത് വിളമ്പിയിട്ടില്ല. പക്ഷേ അതായിരുന്നു അവിടെ ഏറ്റവും അധികം കേൾക്കേണ്ടിയിരുന്ന വാർത്ത. ബാബരി മസ്ജിദിന്റെ മണ്ണിനോടൊപ്പം മറഞ്ഞുപോയ ഒരു ചരിത്രം ആ ബാബരി മസ്ജിദിന്റെ ഉള്ളിൽ ആ ഡിസംബർ 6 സംഭവിച്ചിട്ടുണ്ട്. അതെന്തായിരുന്നു? ബാബരി പള്ളി തകർക്കുന്നതിന് വേണ്ടി കത്തിയും കൊടുവാളും കഠാരയും തൃശൂലവുമായി പാഞ്ഞെടുത്ത സംഘപരിവാരത്തിന്റെ പട്ടാളത്തോട് നിങ്ങൾ ഈ പണി ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇന്ത്യയുടെ മതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ അപകടകരമായ ഒരവസ്ഥയായിരുന്നു ആ ദിവസം. അങ്ങനെ ബാബരി മസ്ജിദിൻ്റെ ഉള്ളിലേക്ക് കത്തിയും കൊടുവാളുമായി ചീറിപ്പാഞ്ഞു വരുന്ന ആ മതതീവ്രവാദികളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാൾ പറയുകയാണ്, നിങ്ങൾ ഈ മന്ദിരം തകർക്കരുത്. നിങ്ങൾക്ക് രാമനോട് ഭക്തിയുണ്ടെങ്കിൽ, രാമായണത്തോട് കൂറുണ്ട് എങ്കിൽ, ഈ ദേശത്തോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ മന്ദിരം തകർക്കരുത് എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച ഒരു പാവം മനുഷ്യനുണ്ടായിരുന്നു. അതാരായിരുന്നു? ആ ബാബരി മസ്ജിദിൽ ബാങ്ക് കൊടുത്തിരുന്ന ആളായിരുന്നില്ല അത്, ആ ബാബരി മസ്ജിദിലെ ഇമാമായിരുന്നില്ല അത്, മറിച്ച് ആ ബാബരി മസ്ജിദ് അവിടെ തകർക്കപ്പെട്ട് അവിടെ ഒരു ക്ഷേത്രം പണിതുയർത്തിയാൽ ആ ക്ഷേത്രത്തിലെ പൂജാരിയായി നിയമിക്കപ്പെടുമായിരുന്ന സന്യാസി വര്യനായ സ്വാമി മഹന്തിലാൽ ദാസ് ആയിരുന്നു. രുദ്രാക്ഷമാലയണിഞ്ഞ് കാവ്യ വസ്ത്രമെടുത്ത് ആ പാവ സന്യാസിയാണ് പറയണത്, ഈ മന്ദിരം തകർക്കരുത്. ആ സന്യാസി വര്യന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിറക്കിയാണ് അവർ ബാബരി മസ്ജിദ് തകർത്തത്. ബാബരി മസ്ജിദ് തകർത്തവരാണ് ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാരുടെ അടയാളം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മറിച്ച് ആ മെഹന്തിലാൽ ദാസിന്റെ പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിലെ ഹിന്ദുക്കൾക്കുള്ളത് എന്ന് വിശ്വസിക്കാനാണ് നമ്മൾക്കിഷ്ടം. ഏതെങ്കിലും ചില തീവ്ര ചിന്താഗതിയുള്ള ആളുകളുടെ പേരിലല്ല മതത്തെ നമ്മൾ കാണേണ്ടതും മതത്തെ വിലയിരുത്തേണ്ടതും. ഇത് ഹിന്ദു മതത്തിന്റെ മാത്രമല്ല, മറ്റെല്ലാ മതങ്ങളും താടി വെച്ചു എന്നതുകൊണ്ട്, പർദ്ദ അണിഞ്ഞു എന്നതുകൊണ്ട് ഒരാൾ തീവ്രവാദിയാണ് എന്ന് നമ്മൾ ആരും മുദ്ര കുത്താറില്ല. തീവ്രവാദത്തെ കുറിച്ച് നമുക്ക് കൃത്യമായൊരു ബോധ്യമുണ്ട്. എന്താണ്, ആരൊക്കെയാണ് മതത്തെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുവാനും അവനവന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി മതത്തെ കരുവാക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഇത് പ്രചരിപ്പിക്കുക എന്നൊരു ഉത്തരവാദിത്വം കൂടി നമ്മൾക്കുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പം നമ്മെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കാനാണ് മതം, അതല്ലാതെ നമ്മളെ തമ്മിൽ കലാപങ്ങളിലേക്ക് എടുത്തെറിയുവാനല്ല മതം. അങ്ങനെ മതമായിട്ടുണ്ടെങ്കിൽ ആ മതത്തെ നമുക്ക് ആവശ്യമില്ലെന്ന് പറയാൻ നമ്മളെ കൊണ്ട് കഴിയേണ്ടതുണ്ട്. പ്രവാചക തിരുമേനിയെ പ്രശംസിച്ചുകൊണ്ട് ഒരാളൊരു പുസ്തകരചന, ഒരു ചോദ്യപേപ്പർ എഴുതി അച്ചടിച്ചു. അയാൾ ചെയ്തത് പ്രവാചക നിന്ദയാണ് എന്ന് മുസ്ലിങ്ങളെക്കാളും അധികം പറഞ്ഞത് മറ്റുള്ള മതക്കാരാണ്. അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ മതത്തിലുള്ള ആളുകളാണ് ഏറ്റവും അധികം അദ്ദേഹത്തോട് അതിൻ്റെ പേരിൽ ചോദ്യങ്ങൾ ചോദിച്ചത്, വിശദീകരണങ്ങൾ തേടിയത്. അദ്ദേഹം ചെയ്തത് ശരിയായില്ലെന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മതത്തിലുള്ള ആളുകളായിരുന്നു. അപ്പൊ അദ്ദേഹം ചെയ്തത് പ്രവാചക നിന്ദയാണ്, മതനിന്ദയാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കൈകൾ വെട്ടിയ ആളുകൾ എന്താ ചെയ്തത്? അദ്ദേഹത്തിന്റെ കൈകൾ
വെട്ടിയവരും ചെയ്തത് പ്രവാചക നിന്ദയാണ്, മതനിന്ദയാണ് എന്ന് പറയാൻ ആർക്കാണോ സാധിക്കുന്നത് അവരാണ് യഥാർത്ഥ മതത്തിന്റെ ആളുകൾ. അങ്ങനെയുള്ളവരെ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാത്തവരെയൊക്കെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്, അങ്ങനെ ഒറ്റപ്പെടുത്താൻ ഓരോ മതത്തിന്റെയും അനുയായികൾ തയ്യാറായാൽ ഇവിടെ തീവ്രവാദത്തെ നിലനിർത്തുന്നതിന് പകരം തുടച്ചു നീക്കാൻ കഴിയും. മതത്തിന്റെ കാവൽക്കാരാണെന്നാ പറയണത്. ഇങ്ങനെ ഒരു കാവൽക്കാരൻ മതത്തിന് ആവശ്യമില്ല. താനൂരിലെ ഒരു മുസ്ലിം തീവ്രവാദിയായ ആള് താനൂരിലെ തന്നെ ഒരു ഹിന്ദു തീവ്രവാദിയുടെ വീട് ആക്രമിച്ചപ്പോൾ എന്നിട്ട് ഈ ആക്രമിച്ച മുസ്ലിം തീവ്രവാദി ഒടുവിൽ പോയി, അയാളെ കാണാനില്ല. ഈ ഹിന്ദു തീവ്രവാദിയായ ആള് മുസ്ലിം തീവ്രവാദിയുടെ വീട് അന്വേഷിച്ചു വന്നപ്പോൾ ഇദ്ദേഹത്തെ കാണാൻ കിട്ടുന്നില്ല. പിന്നെന്താ ചെയ്യുന്നത്? അവിടെ സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. അയാളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഉപദ്രവിച്ചിട്ട് അയാൾ പോയി. സ്വന്തം വീട് കാക്കാൻ പോലും കഴിയാത്ത ഇവനാണോ ഒരു സമുദായത്തെ കാക്കാൻ വരുന്നത്? ഒരു വീടിനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത ഇവന്റെ സുരക്ഷിതത്വം നൂറ്റാണ്ടുകളുടെ പവിത്രമായ പാരമ്പര്യമുള്ള ഇസ്ലാമിന് ആവശ്യമില്ലെന്ന് പറയാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. നമുക്കൊക്കെ തന്നെ കഴിയണം. തീവ്രവാദികളുടെ ഒത്താശക്കാരോ തീവ്രവാദികളുടെ പോരിശ പാടുന്നവരോ ആയി നമ്മൾ പറയരുത്. ഒറ്റപ്പെടുത്തുക, അവരെ നമ്മൾക്ക് ആവശ്യമില്ല. ഓഗസ്റ്റ് 15-ന് നമ്മുടെ രാജ്യത്തിന്റെ പട്ടാളത്തെയും പോലീസിനെയും വിഭ്രമിപ്പിക്കുന്ന വിധം, പേടിപ്പിക്കുന്ന വിധം കവാത്തുകൾ നടത്തി ഒരു സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി പൊരുതാൻ ഇവരുടെ ആവശ്യമില്ല. അതിനൊക്കെ തരത്തിലുള്ള കരുത്ത് ഓരോ സമുദായവും നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർക്കൊന്നും ആവശ്യം എന്തല്ല, സമുദായമോ അതിന്റെ സുരക്ഷിതത്വമൊന്നുമല്ല. അവർക്ക് ചില ഐഡിയോളജി ഉണ്ട്. ആ ഐഡിയോളജി നടപ്പിലാക്കാൻ അവരെ മതത്തെ കരുവാക്കുകയാണ്. മതം എന്ന് പറഞ്ഞാൽ നമ്മളെ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്ന പൊക്കിൽ കൊടിയാണ്. വിശുദ്ധ ഖുർആൻ സർവ്വ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് പറയണ വളരെ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഇതാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, മുസ്ലിങ്ങളെ എന്നല്ല, അറബികളെ എന്നല്ല, ഏതെങ്കിലും ഒരു നൂറ്റാണ്ടുകാരെ എന്നല്ല, സർവ്വ മനുഷ്യനെയും വിളിച്ചുകൊണ്ട് പറയണു, മനുഷ്യ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ഒരൊറ്റ അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളാക്കിയിട്ടാണ്. ഒരൊറ്റ അച്ഛന്റെയും അമ്മയുടെയും മക്കളാണ് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ദൈവത്തിന് ഏറ്റവും ഇഷ്ടം ദൈവത്തെ പേടിക്കുന്നവരെയാണ്. ദൈവത്തിന്റെ കാരണം കൊണ്ട് കൊല്ലുന്നവരെയല്ല, മതത്തിന് വേണ്ടി കൊല്ലുന്നവരെയും തല്ലുന്നവരെയുമല്ല, മതത്തിന് വേണ്ടി ജീവിക്കുന്നവരെയാണ് ദൈവത്തിന് ഇഷ്ടം എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഒരൊറ്റ അച്ഛന്റെയും അമ്മയുടെയും കുട്ടികളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടപ്പിറപ്പുകളാണ് എൻ്റെ സഹോദരന്മാർ. ജാതിയോ മതമോ നോക്കിയിട്ടല്ല, ഇവൻ എൻ്റെ ചോരയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ ഉടപ്പിറപ്പിനെ നോക്കിയിട്ട് പറയും ഇവൻ എൻ്റെ ചോരയാണ്. അങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും നേരെ ചൂണ്ടിയിട്ട് പറയണോ ഇവൻ എൻ്റെ ചോരയാണ്. അതാണ് ഖുർആൻ പഠിപ്പിച്ചത്. മാതാ പാർവതി ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ മാനവ സർവ്വം സ്വദേശവും ഭുവനത്രയും. മാതാവും പിതാവും ഒന്നാണ്. നിങ്ങളുടെ ഈ ഭൂമി നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള തൊട്ടിലാണ്, നിങ്ങൾ ഒന്നിച്ച് കളിച്ചു വളരാനുള്ള പ്രദേശമാണ്. സർവ്വ മനുഷ്യർക്കും ലോകത്ത് ജീവിക്കുന്ന ശ്വാസമയക്കുന്ന സർവ്വ മനുഷ്യനും സ്വസ്ഥതയുണ്ടാകട്ടെ, സമാധാനമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച മതമാണ് ഹിന്ദുമതം. എല്ലാ മതങ്ങൾക്കും ഇതേ പറയാനുള്ളൂ. നിന്റെ അയൽക്കാരൻ നിന്നെക്കാളധികം നീ സ്നേഹിക്കണമെന്ന് പഠിപ്പിച്ച ബൈബിൾ. എന്നെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, എനിക്കൊരു അപകടവും വരരുത്. അപകടമുള്ളിടത്തേക്ക് ഞാൻ പോകില്ല, ഒരു പ്രശ്നമുള്ളിടത്തേക്ക് ഞാൻ പോകില്ല, അപകട സാധ്യതയുള്ളിടത്തേക്ക് എൻ്റെ വണ്ടി ഞാൻ കൊണ്ടുപോകില്ല. അതെന്തുകൊണ്ടാ? എൻ്റെ വണ്ടിക്ക് വല്ലതും പറ്റുന്നുള്ളതുകൊണ്ടല്ല, എനിക്ക് വല്ലതും പറ്റുന്നുള്ളതുകൊണ്ടാ. ഒരു അസുഖം ഉണ്ടാകണം എനിക്കിഷ്ടമല്ല, കാരണം എന്താണ്? എനിക്ക് വല്ലതും പറ്റുന്നുള്ളതുകൊണ്ടാ. അങ്ങനെ നീ നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നിന്റെ തൊട്ടപ്പുറത്തുള്ളവനെയും ഇഷ്ടപ്പെടണമെന്ന് പഠിപ്പിച്ച മതമാണ് ബൈബിളിലെ മതം. എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് താമസിക്കുന്നവെന്ന് മാത്രം, തൊട്ടപ്പുറത്ത് വീട് വെച്ചവനെന്ന് മാത്രമാണോ? അല്ല, നമ്മുടെ കൂടെ ഒരു മിനിറ്റ് യാത്ര ചെയ്തവൻ പോലും നമ്മുടെ അയൽക്കാരനാണ്. നമ്മുടെ കൂടെ ജീവിക്കുന്നവർ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ, നമ്മൾ അറിയുന്നവരും നമ്മളെ അറിയുന്നവരുമായ സർവരുമാണ് ഈ അയൽപ്പക്കം എന്ന് പറഞ്ഞാൽ. അങ്ങെന്ന് പറഞ്ഞാൽ സർവ്വ മനുഷ്യനെയും നീ സ്നേഹിക്കുന്ന പറഞ്ഞു. എന്നെ ആക്രമിച്ചവനോട് ഞാൻ എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മഹാനായ ക്രിസ്തു എന്ന് നിങ്ങൾ പറയുക, ക്രിസ്തു സഹോദരന്മാർ പറയുന്ന ഈസാ നബി അലൈഹിസ്സലാം എന്ന് മുസ്ലിങ്ങൾ പറയുന്ന യേശു പറയുന്നത് നീ 7 പ്രാവശ്യം ക്ഷമിക്കുക എന്നല്ല.
എന്നെ ആക്രമിച്ചവരോട് ഞാൻ എത്ര പ്രാവശ്യമാണ് ക്ഷമിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ 7 പ്രാവശ്യം എന്നല്ല 70 പ്രാവശ്യം നീ ക്ഷമിക്കുകയെന്നാണ് ക്രിസ്തുവിൻ്റെ ഉപദേശം. ഇതെന്താണ്? മനുഷ്യനെ തമ്മിൽ ഒന്നിപ്പിക്കുകയാണ്. 2 കിളികൾ ഒന്നിച്ച്, ഇണപ്രാവുകൾ പരസ്പരം ഭക്ഷണം വായിലേക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട്ടാളനായ മനുഷ്യൻ ആ ക്രൗഞ്ചപക്ഷികൾക്ക് നേരെ അമ്പയ്യുവാൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് മഹാനായ വാൽമീകിയുടെ കാവ്യം ആരംഭിക്കുന്നത്. രാമന്റെ അയണം, രാമായണം, രാമന്റെ കഥ എന്ന് നമ്മൾ പറയുന്ന കാവ്യം ആരംഭിക്കുന്നത് ആ സന്ദർഭത്തിൽ വെച്ചാണ്. മാനിഷാദ പ്രതിഷ്ഠാം ത്വം മഗമ ശാശ്വതി സമ യത് ക്രൗഞ്ച മിഥുനാതി ഏകം അവധി കാമ മോഹിതം. അരുതെന്ന് പറയുന്നത് ഒരു മനുഷ്യന് നേരെ അമ്പയ്യുവാൻ ഒരുങ്ങിയപ്പോഴല്ല, ഒരു ചെറിയ കിളിയെപ്പോലും നീ കൊല്ലല്ലേ എന്ന് പറഞ്ഞ ഒരു മതത്തിന്റെ അനുയായികൾക്ക് മനുഷ്യന്റെ നേരെ കത്തി വാങ്ങാൻ കഴിയില്ലല്ലോ. അപ്പം മതത്തിന്റെ അനുയായികളെ ആയിട്ടല്ല നമ്മൾ ഇവരെ കാണുന്നത്. ഇവർ കുറച്ച് ഭ്രാന്തിന്റെ അനുയായികളാണ്. ഞാൻ സൂചിപ്പിച്ചത്, നമ്മളെ പരസ്പരം അകറ്റാൻ ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട്. പരസ്പരം ഒന്നിപ്പിക്കാനുള്ള സാധ്യതകളാണ് കുറവ്. നമ്മളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന വാക്കുകൾ കുറവാണ്. നമ്മളെ പരസ്പരം ഒന്നിപ്പിക്കുന്ന സന്ദർഭങ്ങൾ കുറവാണ്. നമ്മളെ പരസ്പരം ചേർത്ത് കെട്ടുന്ന സാധ്യതകളും കുറവാണ്. അവിടെയാണ് ഖുർആനിൻ്റെ ആ വചനം ഒന്നുകൂടി നമ്മുടെ ഓർമ്മയിലേക്ക് പതിയേണ്ടത്. ഒരൊറ്റ അച്ഛൻ്റെയും ഒരൊറ്റ അമ്മയുടെയും മക്കൾ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു പൊക്കിളുണ്ട് എന്ന് പറഞ്ഞാൽ എനിക്കൊരു അമ്മ ഉണ്ട് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം, അല്ലേ? അതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മക്കൊരു പൊക്കിളുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മക്ക് വേറൊരു അമ്മ ഉണ്ട്. എൻ്റെ അമ്മമ്മക്കൊരു പൊക്കിളുണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൊരു അമ്മ ഉണ്ട്. അത് അവസാനം ചെന്നെത്തുന്നത് ഡാർവിനിന്റെ കുരങ്ങിലേക്കല്ല, മറ്റൊരമ്മയിലേക്കാണ്. ഈ പൊക്കിൾ കൊടിയുണ്ടല്ലോ, എത്ര വലിയ ശസ്ത്രക്രിയകൾ കൊണ്ട് മായ്ക്കാൻ കഴിയാത്ത ഒരു അടയാളം. ആ അടയാളമാണ് നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നത്. ഞാൻ ഏതൊരു ഉമ്മയുടെ പൊക്കിൾ കൊടിയിൽ നിന്നാണോ പറന്നു വീണത്, അതേ പൊക്കിൾ കൊടിയിൽ നിന്നാണ് എൻ്റെ അയൽപ്പക്കത്ത് താമസിക്കുന്ന സുരേഷിൻ്റെയും ജോസഫിൻ്റെയും ഒക്കെ ജന്മം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരൊറ്റ അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഗർഭപാത്രത്തിൽ നിന്ന് പൊട്ടി വീണ മക്കളാണ് നിങ്ങൾ. ഒടപ്പറപ്പുകളാണ് നിങ്ങളെന്നാണ് നമ്മൾ പറയുമല്ലോ. മലപ്പുറത്തുകാര് പറയാറുള്ള ഒടപ്പറപ്പ് എന്നാണ്. എങ്ങനെ? ഉടപ്പിറപ്പ്. ഒരൊറ്റ ഉടലിൽ നിന്ന് പൊട്ടി വീണ ഉടപ്പിറപ്പുകളാണ് എന്ന്. അത്രയും വലിയൊരു ആത്മബന്ധത്തിലേക്ക് കൊണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ മതം എന്നതിന് ഒരൊറ്റ അക്ഷരം മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മാറിപ്പോയി. ആ താ മാറിയിട്ട് അവിടെ ദ വന്നു കഴിഞ്ഞാൽ അത് മതം ആയി, മതം പൊട്ടലായി. അങ്ങനെ മതം പൊട്ടലായി മാറിയ ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ അങ്ങേയറ്റത്തെ സൂക്ഷ്മതാബോധം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതെന്ന്. മതങ്ങൾക്കൊക്കെ മൗലികമായി നമ്മളോട് കൈമാറാനുള്ളൊരു വലിയ സന്ദേശമുണ്ട്. ഏത് മതമായിരുന്നാലും മൗലികമായൊരു സന്ദേശമുണ്ട്. ആ മൗലികമായ സന്ദേശം ഈ പറഞ്ഞതുപോലെ നമ്മളെ ഒന്നിപ്പിക്കുന്നതാണ്. അതെങ്ങനെയാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, എല്ലാ ആളുകളെയും നിങ്ങൾ വിളിക്കുക. വേദം നൽകപ്പെട്ടിട്ടുള്ള ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾ വിളിക്കുക. ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅ്ബുദ ഇല്ലല്ലാഹ് വലാ നുശ്രിക ബിഹി ഷൈഅ. വേദം നൽകപ്പെട്ടിട്ടുള്ളത് ആർക്കൊക്കെയാണോ അവരെയൊക്കെ നീ വിളിക്കുക. എന്നിട്ട് എന്താണ് അവരോട് പറയേണ്ടത്? ആരാണ് വേദം നൽകപ്പെട്ടവർ? ക്രിസ്ത്യാനികളും ജൂതന്മാരും മാത്രമാണോ? അല്ല എന്നാണ് ഇന്ത്യയുടെ ഒന്നാമത്തെ വിദ്യാഭ്യാസ മന്ത്രിയായ, ഇന്ത്യ കണ്ടിട്ടുള്ള വിശ്രുതനായ ഖുർആൻ പണ്ഡിതനായ അബുൽ കലാം ആസാദ് എഴുതി വെച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞു, വേദം നൽകപ്പെട്ടവരിൽ ഹിന്ദുക്കൾ പെടുന്നുണ്ട് എന്നാണ് പറഞ്ഞു. വേദം നൽകപ്പെട്ടവരായ ആളുകളിൽ ഹിന്ദു സഹോദരന്മാർ പെടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വാക്ക് അവർക്ക് ബാധകമായി എന്നതിൻ്റെ അർത്ഥം. എന്താണ് ബാക്കി പറയണത്? ശേഷം പറയണത് എന്താണ്? നമ്മൾക്ക് എല്ലാവർക്കും യോജിപ്പുള്ളൊരു വിഷയമുണ്ട്. അതെന്താണ്? നമ്മൾക്കൊരു ദൈവമുണ്ട് എന്നുള്ളത്. കുറേ ദൈവങ്ങളല്ല, നമുക്കൊരൊറ്റ ദൈവമുണ്ട്. ആരോട് ചോദിച്ചാലും അവർ പറയും ദൈവം എത്രയാണെന്ന് ചോദിച്ചാൽ സാക്ഷാൽ ദൈവം ഒരുവനാണ് എന്ന് പറയും. ആ സന്ദേശത്തിലേക്കാണ് ക്ഷണിച്ചത്. എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവം ഒന്നാണ്. ത്വമേകം ശരണ്യം ത്വമേകം വരണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാത്രപ്രഹർത്ത ത്വമേകം നിശ്ചലം വരം നിർവികൽപ്പം. ത്വമേകം, ത്വമേകം, നിന്നെ മാത്രം.
ഒരുപാട് ആളുകളെ ഇല്ല, നിന്നെ മാത്രം. ശരേണ്യം, ഞാൻ ശരണം പ്രാപിക്കുന്നു. ത്വമേകം വരേണ്യം, നിന്നെ മാത്രം ഞാൻ വരേണ്യങ്ങൾ നൽകുന്നു, നിനക്ക് മാത്രം ആരാധനകൾ, പുഷ്പങ്ങൾ, ഏറ്റവും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനകൾ, എൻ്റെ വഴിപാടുകൾ. സർവശക്തനായ ദൈവമേ, നിനക്കു മാത്രം. ത്വമേകം നിശ്ചലം നിർവികൽപ്പം ത്വമേകം ജഗത് കർത്തൃ പാത്രപ്രഹർത്ത, ഈ ജഗത്തിനെ മുഴുവനും പടച്ച് പരിപാലിക്കുന്നവനായ സാക്ഷാൽ ദൈവമേ എന്ന് വിളിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ എന്താ? സാക്ഷാൽ ദൈവത്തിലുള്ളൊരു വിശ്വാസം. സാക്ഷാൽ ദൈവത്തെ അല്ലാതെ ആരെയും പ്രാർത്ഥിക്കരുതെന്നും പറയുന്നത് വേദം തന്നെയാണ്. അന്തം തമഹ പ്രവിസന്ധിയെ സംഭൂതി മുപാസതേ, സംഭൂതിയായ ഒന്നിനെയും ആരാധിക്കരുത്. അങ്ങനെ ആരെങ്കിലും ആരാധിച്ചാൽ അവർ വ്യക്തമായ ഇരുട്ടിലാണ് എന്നാണ് പറഞ്ഞു. എന്താണ് സംഭൂതി? സംഭൂതി എന്ന് പറഞ്ഞാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതൊക്കെ സംഭൂതിയാണ്. ഒരു ജനനവും മരണവും ഉള്ളതൊക്കെ സംഭൂതിയാണ് എന്നാണ് വേദം പറയുന്നത്. അങ്ങനെ ഒരു ജന്മത്തീയതിയും മരണത്തീയതിയും ഉള്ള ഒന്നിനെയും നീ ആരാധിക്കരുത്. അങ്ങനെ എങ്ങാനും നീ ആരാധിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ അന്ധകാരത്തിലാണെന്നാണ് പറഞ്ഞത്. പിശാചേ പോ, നിന്റെ കർത്താവായ ഏക കർത്താവിനെ മാത്രം നീ ആരാധിക്കുക എന്നാണ് യേശു പറഞ്ഞത്. എന്നെയല്ല, എന്നെക്കാൾ ഉന്നതനായ എൻ്റെ പിതാവിനെ നിങ്ങൾ ആരാധിക്കൂ എന്ന് പറയുന്നതായി ബൈബിളിൽ കാണുന്നു. സർവ ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും ചെന്നാൽ യേശുദേവനെ കാണാറുള്ളത് മുകളിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ടാണ്. അപ്പോൾ മുകളിലേക്ക് കൈകൾ നീട്ടിയ യേശുദേവൻ ആരോടോ എന്തോ പറയുന്നുണ്ട്. ആ യേശുദേവൻ പറഞ്ഞത് ആരോടാണോ അവനോടാണ് നമ്മളും ഈ പറയണത്. സ്വന്തം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അങ്ങേയറ്റത്തെ പ്രാർത്ഥനാ കീർത്തനങ്ങളുടെ അങ്ങേയറ്റത്തെ ഒരു സ്വരമുണ്ട്. ആ സ്വരമാണ് ഈ വിശ്വാസത്തിൻ്റെ സ്വരം. ഞാൻ പറഞ്ഞത് എല്ലാ മതങ്ങൾക്കും കൈമാറാനുള്ളൊരു സന്ദേശമുണ്ട്. അത് ഒരേ സമയം ആദർശപരമായ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട്, മറ്റുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലാണ് ഈ പ്രവാചകന്മാരെല്ലാം വരുന്നത്. എന്ന് പറഞ്ഞാൽ മുനിമാരെന്നും ഋഷിമാരെന്നും സന്യാസിവര്യന്മാരെന്നും ധർമ്മസ്ഥാപകരെന്നും വിളിക്കുന്ന ഒരുപാട് ആളുകൾ. ആ ആളുകളുടെ സന്ദേശം ഇതായിരുന്നു. ആ ആളുകൾക്ക് ജനങ്ങളോട് കൈമാറാനുണ്ടായിരുന്ന സന്ദേശം ഇതായിരുന്നു. ഖുർആൻ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലേക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, ദൂതന്മാരായ ആളുകൾ അയച്ചിട്ടുണ്ട് എന്നാണ്. ജെഫ്രി ലാങ് എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമേരിക്കയിലെ വലിയൊരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ജനിച്ച ആളായിരുന്നു. ഒരുപാട് അന്വേഷണങ്ങൾ, ചിന്തകൾ അങ്ങനെയൊക്കെ തുടങ്ങി അദ്ദേഹം നിരീശ്വരവാദിയായി തീർന്നു, യുക്തിവാദിയായി തീർന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സൗദി അറേബ്യക്കാരനായ അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ആ വിദ്യാർത്ഥി അദ്ദേഹത്തിന് ഒരു ദിവസം ഖുർആനിൻ്റെ ഒരു പരിഭാഷ കൊണ്ട് കൊടുത്തു. അപ്പോൾ ഖുർആൻ്റെ പരിഭാഷ വെറുതെ ഇങ്ങനെ അദ്ദേഹം ഒരൊറ്റ മറിക്കൽ എന്നിട്ട് ആയത്ത് വെറുതെ ഓതി നോക്കി, വായിച്ചു നോക്കി. അപ്പോൾ അതിൽ പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ പ്രദേശങ്ങളിലേക്കും ദൂതന്മാരയച്ചിട്ടുണ്ട് എന്നാണ്. അത്രേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതെവിടെയൊക്കെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ചിന്തിക്കുന്നത് എന്താണ്? ശരിയാണല്ലോ, എല്ലാ പ്രദേശങ്ങളിലും ദൈവവിശ്വാസം ഉണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് അദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. പിന്നീട് മുസ്ലിമായി. അദ്ദേഹത്തിന് ശരി എന്ന് കൂടുതൽ ബോധ്യപ്പെട്ട ഒരു സന്ദേശത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നു. ഞാനത് പറയാനല്ല ഇത് പറഞ്ഞത്, മറിച്ച് എല്ലാ പ്രദേശങ്ങളിലേക്കും ദൈവ വിശ്വാസവുമായി അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള ശരിയായ അറിവുമായി സന്ദേശവാഹകരായ ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ രാജ്യത്തേക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ശ്രീകൃഷ്ണനെ കുറിച്ച്, ശ്രീരാമനെ കുറിച്ച് ഇങ്ങനെയുള്ള പുരാണങ്ങൾ വേദങ്ങളിലുണ്ട്. അവരൊക്കെ പ്രവാചകന്മാരായിരുന്നു എന്ന ചരിത്രം പോലും അല്ലെങ്കിൽ എന്ന ചർച്ച പോലും അബുൽ കലാം ആസാദിന്റെ തർജുമാനുൽ ഖുർആൻ എന്ന നേരത്തെ പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഖുർആനിൽ ദുൽകിഫിൽ എന്നൊരു പ്രവാചകനെ കുറിച്ച് പറയുന്നുണ്ട്. ദുൽകിഫിൽ, അതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ട്. എന്നാൽ ദുൽകിഫിൽ എന്ന അറബി വാക്കിന്റെ അർത്ഥം കിഫിലുള്ളവൻ എന്നുള്ളൂ, കിഫിലുകാരൻ. ഖത്തർ എന്ന് പറഞ്ഞാൽ ഖത്തറിലുള്ളവൻ, അത്രയേ ഉള്ളൂ, ഖത്തറുകാരൻ എന്നതുപോലെ എന്നൊരു വാക്കില്ല അല്ലെ, പാ ഇല്ലല്ലോ. അപ്പൊ കിഫിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കിപ്പിൽ ആണ്. കിപ്പിൽ എന്ന് പറഞ്ഞാൽ കപ്പിൽ ആണ്. കപ്പിൽ എന്ന് പറഞ്ഞാൽ കപിലവസ്തുവാണ്. കപിലവസ്തുവിലുള്ള ആളെന്ന് പറഞ്ഞാൽ ശ്രീബുദ്ധനാണ്. ശ്രീബുദ്ധനായിരുന്നു ആ പ്രവാചകൻ. ഖുർആൻ പറഞ്ഞ ദുൽകിഫിൽ എന്ന പ്രവാചകൻ ശ്രീബുദ്ധനായിരുന്നു എന്ന ചർച്ച പോലും ഉണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പല പ്രവാചകന്മാരുടെയും ജീവിത ചരിത്ര പശ്ചാത്തലവുമായി അദ്ദേഹത്തിന്റെ ചരിത്രത്തിന് വലിയ ബന്ധവുമുണ്ട്. നമ്മളെ കൂട്ടി യോജിപ്പിക്കുകയാണ്.
എങ്ങനെയൊക്കെ അകറ്റാം എന്നല്ല നോക്കുന്നത്, എങ്ങനെയൊക്കെ അടുപ്പിക്കാം എന്നാണ് നോക്കുന്നത്. ഇത് സത്യമോ അസത്യമോ ആകട്ടെ, നമ്മളതിൽ വിശ്വസിക്കുകയാണ്. ശരിയാണ്, ഒരു പ്രവാചകന്റെ സന്ദേശം കിട്ടിയ, ദൈവത്തിൽ നിന്ന് അവതീർണമായ ഒരു സത്യസന്ദേശവാഹകന്റെ സന്ദേശം കൈമാറിയ ഭൂപ്രദേശമാണ് ഞാൻ ജീവിക്കുന്ന ഇന്ത്യ. എൻ്റെ വല്യച്ഛന്മാരും എൻ്റെ വല്യുപ്പമാരുമൊക്കെ ആ സന്ദേശം കൈമാറി 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 വന്ന തലമുറയാണ്. അതിൻ്റെ ഭാഗമാണ് ഞാൻ എന്ന് വിശ്വസിക്കാനാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. മറ്റൊന്ന്, നമ്മളെല്ലാവരെയും കൂട്ടിയോജിപ്പിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ്. ഇനി വരാനിരിക്കുന്ന ഒരു ലോകമുണ്ട്. നമ്മുടെ ഈ ലോകത്തെ കർമ്മങ്ങളെല്ലാം ചോദ്യം ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം നമുക്ക് ഇവിടെയുള്ളതൊന്നും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മുടെ മക്കളാകട്ടെ, സമ്പത്താകട്ടെ, മറ്റൊന്നും തണലിലില്ലാത്ത, തലോടലിലില്ലാത്ത ഒരു കാലം വരാനുണ്ട്. രക്ഷയായി നമ്മൾ മാത്രം, നമ്മുടെ കർമ്മങ്ങൾ മാത്രമുള്ള ഒരു സന്ദർഭം വരാനുണ്ട് എന്നുള്ളൊരു വിശ്വാസം എല്ലാ മതങ്ങൾക്കുള്ളതാണ്. ഖുർആൻ അതിനെ യൗമുൽ ആഖിറ, പരലോകം എന്ന് പറയുന്നു. ഈ നമ്മുടെ ഈ ലോകത്തെ കർമ്മങ്ങളെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പം എല്ലാ മതങ്ങൾക്കുള്ളതാണ്. ബൈബിളിൽ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 43 മുതൽ 47 വരെയുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്, നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ആ കണ്ണ് നീ ചൂഴ്ന്നെടുക്കുക. കണ്ണുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് കണ്ണില്ലാതെ അന്ധനായി സ്വർഗത്തിൽ പോകുന്നതാണ്. നിന്റെ കാല് നിനക്ക് ഇടർച്ച വരുത്തിയാൽ ആ കാല് നീ വെട്ടിമാറ്റുക. കാലുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി സ്വർഗത്തിൽ പോകുന്നതാണ്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തിയാൽ ആ കൈ നീ വെട്ടിമാറ്റുക. കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ നല്ലത് കൈയില്ലാത്തവനായി സ്വർഗത്തിൽ പോകുന്നതാണ്. ഒരു സ്വർഗത്തെക്കുറിച്ചൊരു നരകത്തെക്കുറിച്ചുള്ള താക്കീതാണത്. രായേ അഗ്നേ മഹേ ത്വദാനായ സമിധി മഹേ ഈ ഡിശ്വാഹി മഹേ വൃഷ ദ്യാവ ഹോത്രായ പൃഥിവി. ദ്യാവ ഹോത്രായ പൃഥിവി. ഭൂമിയെ സൃഷ്ടിച്ചവനെ, സൂര്യനെ സൃഷ്ടിച്ചവനെ, ചന്ദ്രനെ സൃഷ്ടിച്ചവനെ, ആകാശഭൂമികളുടെ സൃഷ്ടാവായവനെ, ഇനി വരാനിരിക്കുന്ന ഒരു ലോകത്ത് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ സാരം. നമുത്രഹ സഹായാർത്ഥം പിതാ മാതാ ചതിഷ്ഠിത ന പുത്രധാര ന ജ്ഞാതിർ ധർമ്മസ്തിഷ്ഠതി കേവല. പുത്രന്മാരവിടെ ഉണ്ടാവൂല കൂട്ടിന്, മാതാക്കൾ അവിടെ നമ്മുടെ രക്ഷയ്ക്കുണ്ടാവൂല. നമ്മുടെ സമ്പത്തോ നമ്മുടെ ഐശ്വര്യങ്ങളോ നമ്മുടെ സുഖസമൃദ്ധികളോ രക്ഷയ്ക്കെത്താത്ത ഒരു ലോകം വരാനുണ്ട് എന്ന് പറഞ്ഞതിനു ശേഷം സാമവേദത്തിൽ ആഗ്നേയ കാണ്ഡം 8-ാം ശ്ലോകത്തിൽ പറയണത് ധർമ്മസ്തിഷ്ഠതി കേവല എന്നാണ്. നമ്മുടെ കൂടെ അന്ന് ഒരാളുണ്ടാവും. അതാരാണ്? നമ്മൾ ചെയ്തിട്ടുള്ള ധർമ്മം എന്നാണ്. നമ്മൾ എന്തൊരു ധർമ്മമാണോ ചെയ്തിട്ടുള്ളത് അത് കൂടെ ഉണ്ടാവും. ആര് ഒരു ഉറുമ്പിന്റെ, ചെറിയ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ ചെറിയ പൊട്ടിന്റെ അത്രയാണ് ഒരു നന്മ ചെയ്തതെങ്കിൽ ആ നന്മയുടെ പ്രതിഫലം അവിടെ കാണും. അതല്ല, ഒരു ചെറിയ ഉറുമ്പിന്റെ ചെറിയ കാലിന്റെ ചെറിയ പൊട്ടിന്റെ അത്രയാണ് ഒരാളൊരു തിന്മ ചെയ്തതെങ്കിൽ ആ തിന്മയുടെ കാരണവും അതിന്റെ ഫലവും അയാൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ലോകം വരാനുണ്ട് എന്ന ചിന്തയിൽ നമ്മളെല്ലാവരും കൂട്ടിയോജിപ്പിക്കപ്പെടുന്നു. ഹൈന്ദവ വേദങ്ങളിൽ കൂടുതൽ പുനർജന്മത്തെ കുറിച്ചാണ് പറയുന്നത്. അത് നമുക്കൊരു വലിയ ചർച്ചയാണ്. ഞാൻ ആ ചർച്ചയിലേക്ക് പോകുന്നില്ല. ഏതായിരുന്നാലും ഒരേ സമയം വിശ്വാസവും അതേസമയം പരലോക വിശ്വാസവും അതേസമയം നമ്മളെ കൂട്ടിയോജിപ്പിക്കുന്ന കുറെ കണ്ണികളുണ്ട്. ആ കണ്ണികൾ കുറച്ചുകൂടി ബലമുള്ള കണ്ണികളാണ്. അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ ഒരുമിച്ച് കൂടിയത്. എങ്ങനെയൊക്കെ നമ്മൾ അകറ്റാമെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുണ്ട്. എങ്ങനെയൊക്കെ മതത്തിൻ്റെ പേരിലും വിശ്വാസത്തിൻ്റെ പേരിലും മനുഷ്യരെ പരസ്പരം അകറ്റി നിർത്താമെന്ന് ചിന്തിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അവിടെയാണ് ഇതേ മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മളെ തമ്മിൽ അടുപ്പിക്കാൻ കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ അകറ്റുന്നത്. അവിടെയാണ് മതത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ അടുപ്പിക്കുന്നത്. മതം തന്നെ പറയട്ടെ, മതത്തെക്കുറിച്ച് തന്നെ സംസാരിക്കാം. ആ മതങ്ങളിൽ പരസ്പരം അകറ്റുന്ന വാക്കുകളെക്കാൾ അതില്ല, പരസ്പരം ഒന്നിപ്പിക്കുന്ന വാക്കുകളാണല്ലോ ഉള്ളത്. ആ ഒന്നിപ്പിക്കുന്ന വാക്കുകൾ എന്തുകൊണ്ട് കാണാതെ പോകുന്നു? മതത്തിന്റെ ഭാഗമെന്ന് പറഞ്ഞ് അവിടുന്ന് ഇവിടുന്ന് ചില വാക്കുകൾ എടുത്തിട്ട് ആ മതത്തിന്റെ പേരിൽ നമ്മൾ കൊലപാതകങ്ങൾ നടത്തുന്ന കാഴ്ചകളാണ് മനുഷ്യൻ കാണുന്നത്.
ഈ അൽഖോറിൽ ഒരു കാക്ക ചത്തു വീണാൽ അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നുള്ള കാക്കകളൊക്കെ ഓടിക്കൂടും. എന്തിനാണ് ഓടിക്കൂടുന്നത്? ഒരു കാക്ക ചത്തത് മറ്റ് കാക്കകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എല്ലാ കാക്കകളും കരഞ്ഞു വിളിച്ചിട്ട് മറ്റുള്ള കാക്കകളെയെല്ലാം വിളിച്ചു ഓടിക്കൊണ്ടുവരുന്നു. എന്തിനാത് കൊണ്ടുവരുന്നത്? ഒരു ഉടപ്പറപ്പ് ചത്തു വീണത് കാണുമ്പോഴുള്ള സങ്കടമാണ്. ഈ ഒരു സങ്കടം പോലും ഇല്ലാതെ മനുഷ്യർ പരസ്പരം ചോര കണ്ട് കൊതിയൂറുകയാണ്. മനുഷ്യർ പരസ്പരം മനുഷ്യത്വമില്ലാതെ പെരുമാറുകയാണ്. അവിടെയാണ് മതത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ദൈവം മനുഷ്യന്റെ ഉള്ളിലാണ് രക്തത്തെക്കുറിച്ച് സംവിധാനിച്ചിട്ടുള്ളത്. മനുഷ്യന്റെ ഉള്ളിലൂടെ രക്തം പോകണമെന്നാണ്. പക്ഷെ മനുഷ്യർ തീരുമാനിക്കുന്നത് മനുഷ്യരുടെ ഉള്ളിലൂടെ രക്തം പോകണമെന്നല്ല, പിന്നെയോ പുറത്തുകൂടെ രക്തം പോകണമെന്നാണ്. അവിടെയാണ് നമ്മൾ കൊലപാതകങ്ങളിലേക്ക് കത്തിയെടുക്കുന്നത്. അവിടെയാണ് നമ്മൾ കൈപിടിക്കുന്നത്. പരസ്പരം അറിഞ്ഞും അന്വേഷിച്ചും പുതിയ വഴികളെ കണ്ടെത്തുകയാണ്. ശ്രീനാരായണ ഗുരു ആലുവ മണപ്പുറത്ത് ഒരു സർവമത സൗഹൃദ സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. എല്ലാ മതത്തിൻ്റെയും അനുയായികളും എല്ലാ മതത്തിൻ്റെയും നേതൃത്വത്തിലുള്ള ആളുകളൊക്കെ അതിൽ പങ്കെടുത്തിരുന്നു. ആ സമ്മേളനത്തിൻ്റെ മോട്ടോ ആയിട്ട് അദ്ദേഹം എഴുതി വെച്ചത് എന്തായിരുന്നു? അദ്ദേഹം എഴുതി വെച്ചു, വാദിക്കാനും ജയിക്കാനും ഒന്നുമല്ല, പിന്നെയോ അറിയാനും അറിയിക്കാനുമാണ്. വാദിക്കാനും ജയിക്കാനുമല്ല ഈ സമ്മേളനം, അറിയാനും അറിയിക്കാനുമാണ്. പരസ്പരം അറിഞ്ഞും അന്വേഷിച്ചും കണ്ടെത്തുവാനാണ്. രാമായണത്തിൽ പറയുന്നുണ്ട്, ഇതിതേ ജ്ഞാനമാഖ്യാത ഗുഹ്യാൽ ഗുഹ്യതരം മയ വിമർശയിതദശേഷേണ യഥാച്ഛസി തഥാ കുരു. ഇതാണ് സത്യം. പക്ഷേ ഇതാണ് സത്യമെങ്കിലും ഈ സത്യം നീ സ്വീകരിക്കണമെന്ന് പറയണില്ല. പിന്നെയോ വിമർശയിതദശേഷേണ, നീ വിമർശിച്ച് പഠിക്കുക. വീണ്ടും വീണ്ടും നീ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. ഏതാണ് ശരി എന്ന് നീ അന്വേഷിക്കുക. എന്നിട്ടോ യഥാച്ഛസി തഥാ കുരു, ഏതാണ് ശരിയെന്ന് നിനക്ക് തോന്നിയോ ആ ശരിയുടെ പിറകെ നീ പോകുക എന്നാണ് പറഞ്ഞത്. അമേരിക്കയിൽ ആൽബങ്ങളിലൂടെ കത്തി നിന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. വെസ്റ്റേൺ രാജ്യങ്ങളിലെ യുവാക്കളുടെ ആവേശമായിരുന്നു ആ പോപ്പ് ഗായകൻ. അദ്ദേഹത്തിൻ്റെ പേര് കാറ്റ് സ്റ്റീവൻസ് എന്നായിരുന്നു. കാറ്റ് സ്റ്റീവൻസ് കത്തി നിന്ന ഒരു കാലം അമേരിക്കയിലെ മാധ്യമങ്ങളായിരുന്നാലും ഏറ്റവും അധികം പ്രചരിപ്പിക്കപ്പെടുകയും ആവേശമായി സ്വീകരിക്കപ്പെടുകയും ചെയ്ത ആളായിരുന്നു കാറ്റ് സ്റ്റീവൻസ്. ആ കാറ്റ് സ്റ്റീവൻസിന് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജന്മദിന സമ്മാനമായി അദ്ദേഹത്തിൻ്റെ അനുജൻ ഖുർആനിൻ്റെ ഒരു പരിഭാഷ കൊടുത്തു. അദ്ദേഹം അതോട് വെച്ച് വായിക്കാനൊന്നും പോയില്ല. പിന്നെ അദ്ദേഹം മൊറോക്കോയിലേക്ക് ചികിത്സാർത്ഥം ഒരാവശ്യത്തിന് വേണ്ടി പോയി. അങ്ങനെ പോകുന്ന സമയത്ത് വെറുതെ അദ്ദേഹം വായിക്കാമല്ലോ എന്ന് കരുതി ഖുർആൻ കയ്യിലെടുത്തു. അങ്ങനെ അദ്ദേഹം പറയുകയാണ്, ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തെ എന്തോ ഒരു കാരണം കൊണ്ട് അദ്ദേഹം കടലിലേക്ക് വീണുപോയി. കടലിലേക്ക് വീണ കാറ്റ് സ്റ്റീവൻസ് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു തിരമാല എവിടെ നിന്നോ വന്ന് എന്നെ കരയിലേക്ക് ചുഴറ്റിയെറിഞ്ഞു എന്നാണ്. കരയിലേക്ക് ചുഴറ്റി എറിയപ്പെട്ട ഞാൻ ആ കരയിൽ വന്ന് എൻ്റെ അടുത്ത് പണമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെയുള്ള പരിചയക്കാരെയെല്ലാം കണ്ട് ഞാൻ പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. മരണം ഉറപ്പായി, മരണം മുന്നിൽ കണ്ട് ആ കടലിൽ കഴിഞ്ഞിരുന്ന ഞാൻ അവിടെ എത്തി എന്നത് തന്നെ എനിക്ക് അത്ഭുതമായി പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഒരു തിരമാല, എവിടെ നിന്നാണത് വന്നതെന്നോ ആരാണതിനെ പറഞ്ഞയച്ചതെന്നോ എനിക്കറിയില്ല, ഒരു തിരമാല വന്ന് എന്നെ ജീവിതത്തിലേക്ക് എറിഞ്ഞു. അദ്ദേഹം വെറുതെ ഖുർആന്റെ വരികൾ ഇങ്ങനെ വായിച്ചു നോക്കി. ഓരോ വരികളും അദ്ദേഹത്തെ വല്ലാതെ വശീകരിക്കാൻ തുടങ്ങി. അദ്ദേഹം പറയുന്നതാണ് ട്രെയിൻ ഓഫ് പീസ് എന്ന അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുകയാണ്. കാറ്റ് സ്റ്റീവൻസ് ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ്. I was not a Muslim, but I felt that the only answer for me was the Quran. The God has sent it to me. ഞാൻ മുസ്ലിം ഒന്നും ആകാൻ പോയില്ല, പക്ഷെ ആ ഖുർആനിന്റെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇറക്കിയതാണ് അത് എന്ന്. സർവ്വലോകങ്ങളുടെയും സർവ്വ മനുഷ്യരുടെയും ഒരു ദൈവത്തെക്കുറിച്ച് ആ ഖുർആനിൽ പറയുന്നു. മുസ്ലിങ്ങളുടെ ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, ഓരോ മതക്കാരുടെയും ദൈവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ സർവ്വ മനുഷ്യരുടെയും ദൈവത്തെക്കുറിച്ച് ആദ്യമായാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തെയാണ് എനിക്ക് ആവശ്യമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ശരിയെന്ന് തോന്നിയ മതത്തെ അദ്ദേഹം സ്വീകരിച്ചു. യൂസുഫുൽ ഇസ്ലാം എന്നറിയപ്പെടുന്ന ഏറ്റവും വിശ്വപ്രസിദ്ധനായ ഒരു പ്രബോധകനായി ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് അദ്ദേഹം. ഖത്തറിൽ വന്നിരുന്ന കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അന്ന് പറഞ്ഞൊരു സംഭവമാണ് ആ തിരമാലയുടെ സംഭവം.
വിമർശന ബുദ്ധിയോടുകൂടി പഠിച്ച് ശരിയെന്ന് തോന്നിയതിലേക്ക് നടന്നെടുത്തു. ഞാനിത് പറഞ്ഞത് മതങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ, മതങ്ങളെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചും പഠിക്കുമ്പോൾ അത് എങ്ങനെയൊക്കെയാണ് പരസ്പരം ഏകീകരിക്കുന്നത് എന്നാണ്. മുസ്ലിമായ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം വേറൊരു മതത്തിലുള്ള ആള്. അപ്പോൾ ആളായിരുന്നു. അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞത്രേ, ഇനി നീ എന്നെ നോക്കില്ല അല്ലേ മോനെ, ഇനി നീ എന്നെ സംരക്ഷിക്കില്ല അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ മോന് പറഞ്ഞത്രേ, അമ്മേ മുമ്പുള്ളതിനേക്കാൾ ഇനി ഞാൻ നിങ്ങളെ സന്ദർശിക്കും, മുമ്പുള്ളതിനേക്കാൾ ഞാൻ നിങ്ങളെ സംരക്ഷിക്കും എന്നാണ് ആ മകൻ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് എത്തിയപ്പോൾ ആ മതത്തിലുള്ള ഏതെങ്കിലും ഒരു കാര്യം ഈ മതം തള്ളിക്കളയുന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. മതങ്ങൾക്കെല്ലാം മൗലികമായൊരു കാര്യം പറയാനുണ്ട്. താഴെ ഇരുന്നപ്പോൾ വെറുതെ ഒരു പത്രം വായിച്ചു നോക്കുമ്പോൾ ആ പത്രത്തിലൊരു കഥ പറയുന്നുണ്ട്. അയാളുടെ അനുഭവം എഴുതിയതാ. അയാളുടെ കരള് നഷ്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് കരള് കൊടുക്കുന്നത് ആരാണ്? 27 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ മകനാണ്. വേറൊരു കരൾ അന്വേഷിക്കേണ്ട, എൻ്റെ കരൾ എൻ്റെ പിതാവിന് കൊടുക്കുന്നതാണ് ആ മകൻ പറയുന്നത്. അങ്ങനെ ആ മകൻ്റെ കരളുമായിട്ടാണ് ഇന്ന് ആ പിതാവ് ജീവിക്കുന്നത് നിലമ്പൂരിൽ. അദ്ദേഹത്തെക്കുറിച്ച് ആ പത്രത്തിലുണ്ട്. മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു സുഹൃതമാണിത്. ഈ സുഹൃതം വാപ്പയും മകനും അച്ഛനും മകനും മാത്രം ഉണ്ടായാൽ പോരാ എന്നാണ് നമ്മൾ പറഞ്ഞത്. സർവ്വ മനുഷ്യരും തമ്മിലുണ്ടാകണം. ഒരു മതത്തിലുള്ള വിശ്വാസമോ ഒരു മതത്തിലുള്ള അവിശ്വാസമോ നമ്മളെ ഒരു നിലക്കും അകറ്റാൻ പാടില്ല എന്നർത്ഥം. എല്ലാ മതങ്ങൾക്കും കൈമാറാനുള്ള അടിസ്ഥാനപരമായ ഒരു തത്വത്തെ നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മൾ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയാണ് ചെയ്യുക. എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ മതങ്ങളെയും ഇഷ്ടപ്പെടാനുമാണ് നമ്മൾ തയ്യാറാകുക. മുഹമ്മദ് നബിയെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. മുഹമ്മദ് നബിയെ വളർത്തിയതാരാണ്? അമുസ്ലിമായ ഒരു വല്യുപ്പയായിരുന്നു. ആ വല്യുപ്പയുടെ മരണശേഷം മുഹമ്മദ് നബിയെ വളർത്തിയത് അമുസ്ലിമായ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായിരുന്നു. അമുസ്ലിമായ ആ മൂത്താപ്പ അല്ലെങ്കിൽ ഇളയപ്പ, അതല്ലെങ്കിൽ അമുസ്ലിമായ ആ വല്യുപ്പക്ക് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ വാദങ്ങൾക്കെതിരെ പറയുന്ന ഈ മുഹമ്മദിനെ കൊന്നുകളയാമായിരുന്നല്ലോ. കൊന്നുകളഞ്ഞിട്ടില്ല, ജീവിക്കുവാൻ അനുവദിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന് മുഹമ്മദിന്റെ വളർച്ചയ്ക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിക്കൊടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ നോക്കൂ, ഖുർആനിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ തത്വം എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധനയാണ്. ഞാൻ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പറയുന്നതുകൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടരുത്, കാരണം എനിക്ക് കൂടുതൽ അറിയാം ഇസ്ലാമിനെ കുറിച്ചാണ്. ഞാനത് പറയണത് നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയൊന്നുമല്ല, മറിച്ച് നമ്മളെ എവിടെയൊക്കെയാണ് പോയിന്റുകൾ, ഒന്നിപ്പിക്കാനുള്ള പോയിന്റുകൾ എന്ന് അന്വേഷിക്കുകയാണ്. ഒരിക്കലും മറ്റൊരു ഉദ്ദേശം എൻ്റെ മനസ്സിലില്ല. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അതെൻ്റെ സംസാരത്തിൻ്റെ കുഴപ്പമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാതിരിക്കട്ടെ എന്നായിരുന്നു ഇതുവരെ എൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന അതാണ്. എൻ്റെ വാക്കുകൾ ഞാൻ വളരെ സൂക്ഷിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരിക്കലും എൻ്റെ മനസ്സിലില്ല, മറിച്ച് അതിൻ്റെ വാക്കുകൾക്ക് ചിലപ്പോൾ തെറ്റുകൾ പറ്റുന്നുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. അതാണ് സൂചിപ്പിച്ചത്. ഞാൻ പറഞ്ഞത് ഖുർആനിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ ഏകദൈവ ആരാധനയാണ്. ഒരൊറ്റ ദൈവത്തെ മാത്രം, സാക്ഷാൽ ദൈവത്തെ മാത്രം ആരാധിക്കണം. അള്ളാഹു എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവമല്ലത്. അള്ളാഹു എന്ന വാക്കിൻ്റെ അർത്ഥം സാക്ഷാൽ ദൈവം എന്നാണ്, ദി ഗോഡ്. അൽ ഇലാഹ് കൂട്ടി പറഞ്ഞിട്ടാണ് അള്ളാഹു ഉണ്ടായത്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ദൈവം, അതിന് മുമ്പ് അൽ ചേർത്തു. അൽ എന്ന് പറഞ്ഞാൽ ദി എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ THE, ദി ഗോഡ് എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവം. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ തന്നെ സാക്ഷാൽ ദൈവം എന്ന്. അള്ളാഹു എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ ദൈവമല്ല എന്ന് എത്ര പറഞ്ഞാലും അത് മുസ്ലിങ്ങളുടെ ദൈവമാണ്. അങ്ങനെ നമ്മൾ ധരിച്ചുപോയി. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിയന്ത്രിക്കുന്നവൻ എന്നേ ഉള്ളൂ. ഈശ്വരൻ നിയന്ത്രിക്കുന്നവൻ എന്നേ ഉള്ളൂ. അപ്പോൾ ഏത് ദൈവത്തിനും അത് പറയാവുന്നതാണ്. പക്ഷെ നമ്മൾ പ്രയോഗിച്ച് പറഞ്ഞ് പതിഞ്ഞ ചില വാക്കുകൾ ഒരു കുഴപ്പമാണ്. അതുകൊണ്ട് അള്ളാഹു എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ദൈവം എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ അടിസ്ഥാനപരമായ തത്വം ആ സാക്ഷാൽ ദൈവത്തെ ആരാധിക്കണം എന്നാണ്. എങ്ങനെയാണത് പറയണത്? ഇപ്പോൾ ഒന്നിലേറെ ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളോട് ഖുർആൻ പറയേണ്ടത് എന്താണ്? ആ ദൈവങ്ങളൊന്നും നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്, ഒരൊറ്റ ദൈവമായ അള്ളാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക എന്നല്ല പറയണത്. പിന്നെയോ അല്ല, ഒരുപാട് ദൈവങ്ങളാണോ? അതല്ല, നമുക്കെല്ലാവർക്കും വിശ്വാസമുള്ള ഒരൊറ്റ ദൈവമില്ലേ? ആ ദൈവമാണോ ഉത്തമം? എല്ലാം അടക്കി ഭരിക്കുന്ന ഒരു ദൈവമാണോ നല്ലത് എന്ന് ചോദിക്കാനേ പറഞ്ഞുള്ളൂ. കാരണം ചോദ്യം ചെന്ന് തട്ടുന്നത് അയാളുടെ ചിന്തയിലാണ്. ആ ദൈവങ്ങളൊന്നും നീ വിളിച്ചു പ്രാർത്ഥിക്കല്ലേ, ഒരൊറ്റ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ ആ ആജ്ഞ ചെന്ന് തട്ടുന്നത് അയാളുടെ വികാരത്തിലാണ്. അത് അയാൾ ഒരു മതഭ്രാന്തനാക്കുകയോ ഒരു മതത്തെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠ ഉള്ള ആളാക്കി മാറ്റുകയോ ചെയ്തേക്കാം.
അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് തത്വം പറയുമ്പോൾ പോലും ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമമായിരുന്നാലും സിവിൽ നിയമമായാലും എടുത്തു നോക്കൂ. അള്ളാഹു എന്ന് പറഞ്ഞ സാക്ഷാൽ ദൈവത്തെ അല്ലാതെ ഒരാൾ പ്രാർത്ഥിച്ചാൽ അയാളെ കൊല്ലുന്നുണ്ടോ? അയാളെ കൊല്ലുന്നില്ല. അയാൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഒരാളെ കുറിച്ച് ഞാനൊരു ആരോപണം പറഞ്ഞാൽ എനിക്ക് ശിക്ഷ ഉണ്ട്. സാക്ഷികളെ ഹാജരാക്കാതെ ഞാൻ ഒരാളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റൂല, എനിക്ക് ശിക്ഷയാണ് ഇസ്ലാമിന്റെ ക്രിമിനൽ നിയമത്തിൽ. ഞാനൊരാളെ സമ്പത്ത് മോഷ്ടിച്ചാൽ എൻ്റെ കൈ വെട്ടിക്കളയും, അതുകൊണ്ട് അധികം കൈ വെട്ടാൻ ഉണ്ടാവില്ല. ഞാനൊരാളെ കൊന്നു കഴിഞ്ഞാൽ അത് അവിഹിതമായൊരു കാരണം കൊണ്ടാണ് എങ്കിൽ, അതല്ലെങ്കിൽ ഞാനൊരാളെ കൊന്നു കഴിഞ്ഞാൽ അതൊരു സമൂഹത്തെ മുഴുവനും കൊന്നതുപോലെ എന്നാണ് ഖുർആൻ പറയുന്നത്. ഞാനൊരാളെ കൊന്നാൽ എന്നെ കൊല്ലും ഇസ്ലാമിൻ്റെ ക്രിമിനൽ നിയമം. അതുകൊണ്ട് അധികം ആളുകൾ ആരെയും കൊല്ലാൻ പോകില്ല. ആരൊക്കെയാണ് കട്ടത്, ആരെയൊക്കെയാണ് കൈമുറിക്കേണ്ടത്, ആരൊക്കെയാണ് കൊന്നത്, ആരെയൊക്കെയാണ് കല്ലെറിയേണ്ടത് എന്ന് അന്വേഷിച്ചു പോകേണ്ട ഒരു സന്ദർഭം പോലും മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെന്താണ്, കട്ട ആൾ വന്നിട്ട് പറയും ഞാൻ കട്ടുപോയിട്ടുണ്ട്, എൻ്റെ കൈമുറിക്കണം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു മനഃപരിവർത്തനം ഉണ്ടാക്കി, അങ്ങനെ ചെയ്യാത്ത ആളുകൾ ഉണ്ടാക്കി, എന്നിട്ട് അത് ചെയ്താലുള്ള ശിക്ഷ പറഞ്ഞു. ഇങ്ങനെയാണ് ചെയ്തത്. നമ്മൾ സൂചിപ്പിച്ചത്, ഒരാളുടെ മുതൽ ഒരാൾ എടുത്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്, അനുവാദമില്ലാതെ. ഒരാളെ പറ്റി ഒരു ആരോപണം പറഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം സംഭവിച്ചാൽ അതിന് ഇത് പറഞ്ഞുണ്ടാക്കിയ ആൾക്ക് ശിക്ഷയുണ്ട്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളല്ലേ. എന്നാൽ ഏറ്റവും വലിയ കാര്യമായ ബഹുദൈവ ആരാധനയ്ക്ക് ഇവിടെ ശിക്ഷയല്ല. അതെന്തുകൊണ്ടാ? മനുഷ്യനുമായി ബന്ധമുള്ള പ്രശ്നത്തിനാണ് ശിക്ഷ. ഒരു മനുഷ്യൻ എത്ര ചെറിയവനാകട്ടെ അവന്റെ അഭിമാനം ക്ഷതപ്പെടുത്തരുത്. ഏത് മതത്തിൽ ജീവിക്കുന്നവനാകട്ടെ, ഏത് മാതാപിതാക്കളുടെ മക്കളാവട്ടെ, മകനാകട്ടെ മകളാവട്ടെ, അവന്റെ അഭിമാനത്തിൽ ക്ഷതം വരുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. എന്നാൽ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന് പ്രാധാന്യം നൽകി. നിങ്ങൾ നിസ്കാരത്തെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഓരോ ദിവസവും 5 വട്ടം നിസ്കരിക്കണം. നിസ്കരിക്കാത്തവർ മുസ്ലിം അല്ല. അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചിട്ടുണ്ട് ഖുർആൻ. പക്ഷേ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആംഗ്യങ്ങൾ, ഇതൊന്നും ഖുർആനിൽ എവിടെയില്ല. അപ്പം ഇത്രയും വളരെ പ്രധാനമായ ഒരു ആരാധനയെ കുറിച്ച് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് ഖുർആനിന് കിട്ടൂല, എത്ര അന്വേഷിച്ചാലും കിട്ടൂല. എന്നാൽ അതേ ഖുർആനിൽ നിസ്കാരത്തിന്റെ വിശദാംശങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത അതേ ഖുർആൻ എടുത്തു നോക്കിയാൽ കണ്ണുപൊട്ടനായ ഒരു സാധു മനുഷ്യന് വേണ്ടി 9 ആയത്തുകൾ ഇറങ്ങിയതായി കാണാം. ഒരു കണ്ണുപൊട്ടനായ പാവം മനുഷ്യനെ പരിഗണിക്കേണ്ട വിധം പരിഗണിച്ചില്ല എന്ന് പറഞ്ഞ് മുഹമ്മദ് നബിയെയാണ് അള്ളാഹു ദൈവം ശാസിക്കുന്നത്. അപ്പൊ അന്ധനായ മനുഷ്യനെ, അനാഥനായ മനുഷ്യനെ, അഗതിയായ മനുഷ്യനെ, അശരണനായ മനുഷ്യനെ, അവശനായ മനുഷ്യനെ, അനാഥയായ മനുഷ്യനെ, അടിമയായ മനുഷ്യനെ പരിഗണിച്ചുകൊണ്ടാണ് ഖുർആൻ മുന്നോട്ട് പോകുന്നത്. ഖുർആൻ മുസ്ലിങ്ങളുടെ വേദപുസ്തകമല്ല, റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വ മനുഷ്യർക്കുള്ളതാണ്. നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് ഡോക്ടർ നമുക്കൊരു കുറിപ്പ് തരും, നമ്മുടെ രോഗത്തിന് എന്തൊക്കെയാണ് മരുന്ന് വാങ്ങേണ്ടത്. നമ്മളത് വായിക്കാറുള്ളത് ഒട്ടും ഇഷ്ടമല്ലാതെയാണ്. എണ്ണം നോക്കും, കുറേ ഉണ്ടെങ്കിൽ നമ്മളെ കൂടുതൽ ഇഷ്ടമല്ല എണ്ണ. എന്നാൽ ഡോക്ടറുടെ ആ ഒരു ഡിസ്ക്രിപ്ഷൻ നമ്മൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. എന്നാൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാൾ നമ്മൾക്ക് കത്തെഴുതിയാലോ, അത് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ഇഷ്ടക്കേടോടെയല്ല, ഇഷ്ടത്തോടു കൂടിയാണ്, അങ്ങേയറ്റത്തെ മനസാന്നിധ്യത്തോടുകൂടിയാണ്. സൂക്ഷിച്ചു വെക്കും, പിന്നെയും വായിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെയാണ് വേദം നാം വായിക്കേണ്ടത്. വേദം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അവതീർണമായതെന്തോ അതാണ് വേദം. അപ്പോൾ സാക്ഷാൽ വേദങ്ങൾ നാം വായിക്കേണ്ടത് നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ കരുണാവാരിധിയായ ദൈവം, ആ ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ളൊരു മെസ്സേജാണത്, നമ്മൾക്ക് അയച്ചിട്ടുള്ളൊരു കത്താണത്. ആ കത്ത് ഏതെങ്കിലും കുറച്ച് ആളുകൾക്കുള്ളതല്ല. അങ്ങനെ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കുഴപ്പമാണ്, അതല്ലാതെ ആ വേദത്തിൻ്റെ കുഴപ്പമല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ കഴിയുന്ന മനുഷ്യനുള്ളൊരു വെളിച്ചമാണ്. ഏതൊരു വേദം എടുത്ത് നോക്കൂ, നമ്മുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു വെളിച്ചം ഇങ്ങനെ തട്ടാൻ തുടങ്ങും. അത് ഏത് വേദമായിരുന്നാലും, ഏത് മതക്കാരുടെ വേദമായിരുന്നാലും അതും വെളിച്ചം ആയി നമ്മുടെ ഉള്ളിൽ എവിടെയൊക്കെയോ പ്രകാശിക്കാൻ തുടങ്ങും. നമ്മളൊക്കെ കുറേ വെളിച്ചങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്, എന്നിട്ടും കുറേ മനുഷ്യർ വല്ലാത്ത ഇരുട്ടിലാണ് ജീവിക്കുന്നത്. ഭൗതികമായി കുറേ വെളിച്ചങ്ങളുണ്ട്, കുറേ ട്യൂബ് ലൈറ്റുകൾ, കുറേ വെളിച്ചങ്ങൾ നമ്മുടെ പുറത്തുണ്ട്. പക്ഷേ കുറേ മനുഷ്യന്മാരുടെ ഉള്ളിൽ ഇരുട്ടാണ്. ആ ഇരുട്ടിനെയാണ് മതം കീറി മുറിക്കുന്നത്. അവിടെയാണ് മതം വെളിച്ചമായി വരുന്നത്. ആ മതത്തെ എന്ത് പേരിൽ വിളിച്ചാലും സാക്ഷാൽ മതം, ആ സാക്ഷാൽ മതത്തിൻ്റെ സന്ദേശം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളാണ് നന്നാകുന്നത്. നമ്മുടെ ഉള്ളിലാണ് ഒരു പുതിയ വെളിച്ചം കടന്നു വരുന്നത്. ആ വെളിച്ചത്തെയാണ് ഇന്ന് മനുഷ്യനാവശ്യം. മതത്തെക്കുറിച്ചല്ല ആദ്യം പറയേണ്ടത്, മനുഷ്യനെ കുറിച്ചാണ്. മനുഷ്യത്തുള്ളവരോടെ മതം പറഞ്ഞിട്ട് കാര്യമുള്ളൂ.
മതത്തെക്കുറിച്ചല്ല ആദ്യമായി ചർച്ച ചെയ്യേണ്ടത്, മനുഷ്യനെ കുറിച്ചാണ്. ആ മനുഷ്യനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. മനുഷ്യത്വമാണ് ഇവിടെ വീണ്ടും രൂപപ്പെടേണ്ടത്. ആ മനുഷ്യത്വം തിരിച്ചു പിടിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ടോ, എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ അന്വേഷിക്കുകയാണ്. എല്ലാ മതങ്ങളിലും ഒരുപാട് സന്ദേശങ്ങൾ ഇങ്ങനെ കൂട്ടിയോജിപ്പിക്കുന്നതായിട്ടുണ്ട്. അവിടെ നമ്മൾ കടന്നു വരികയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇത്തരമൊരു സന്ദേശം, ഇത്തരമൊരു കൂടിച്ചേരൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെ പരസ്പരം പറയാനാണ്. അല്ലാതെ ഇസ്ലാമിനെ കുറിച്ച് പറയാനല്ല, നമ്മളെ കുറിച്ച് പറയാനാണ്. അപ്പോൾ ഇസ്ലാമികമായ പശ്ചാത്തലമുള്ള ആളുകളാണ് ഇത് സംഘടിപ്പിച്ചതെന്നുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൂരീകരിക്കാനുള്ളൊരു സന്ദർഭം കൂടി ഉദ്ദേശിക്കുന്നു എന്ന് മാത്രം. ഇപ്പോൾ പള്ളി എന്ന് പറഞ്ഞാൽ അതെന്താണ്, സ്വർഗനരകങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് പരസ്പരം പങ്കുവെക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കറിയുന്നത് ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കറിയുന്നത് നിങ്ങൾ ഞങ്ങളോട് പറയുന്നു. നിങ്ങളുടെ മതത്തിൻ്റെ സന്ദേശം നിങ്ങളിവിടെ ഒന്ന് പറയൂ. ഇതുപോലെ കൈമാറാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവരോടൊന്ന് പറയണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഓരോ മതത്തിൻ്റെ സന്ദേശം എന്താണോ അത് ഇവിടെ നിന്ന് പറയുക എന്നുള്ളത് വളരെ പ്രധാനമായൊരു സംഗതിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരോടും വന്നിട്ടുള്ളത് നമ്മുടെ ജീവിതം തേടിയിട്ടാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അല്ലേ? നമ്മൾ ആദ്യം തുടങ്ങി വെച്ചത് അതാണ്. ജീവിതം എന്ന് പറഞ്ഞാൽ എസ്.കെ. പൊറ്റക്കാട് പറഞ്ഞതുപോലെ അത് അശാന്തമായൊരു തെരുവീഥിയാണ്. പ്രവാസികളായ ആളുകളെക്കുറിച്ച് ആളുകളോട് സംസാരിക്കുമ്പോഴും അവരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴും മനസ്സിൽ എന്തൊക്കെയോ നൊരഞ്ഞ് പൊതഞ്ഞു വരും. ഇങ്ങനെ ഒരു സദസ്സ് കേരളത്തിൽ സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പല പ്രദേശങ്ങളിലും സാധിക്കാൻ വളരെ കുറവാണ്. ചില പ്രദേശങ്ങളിൽ ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങളുടെ ഒരു ഹൃദയവിശാലത ഉണ്ട്. ഇവിടേക്ക് വന്നവരാകട്ടെ, ഇനി നിങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പരസ്പരം കൈമാറാനുള്ള സംഗതിയുണ്ട്. നമുക്കെല്ലാവർക്കും മരിച്ചു പോകേണ്ടതുണ്ട്. ആ മരണ സന്തോഷത്തോടുകൂടി മരിച്ചു പോകണം. നമ്മളിവിടെ നിന്ന് ഗൾഫിലെ ജീവിതം മതിയാക്കി നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മുടെ കഫീൽ, നമ്മുടെ ഉത്തരവാദിത്തമുള്ള ആളെയൊക്കെ വെറുപ്പിച്ച്, നമ്മുടെ റൂമിലുള്ള ആളുകളെയൊക്കെ വെറുപ്പിച്ച്, അവർക്കൊന്നും നമ്മളെക്കുറിച്ച് നല്ലത് പറയാനില്ലാതെ ഒരു മോശമായ നാട്ടിൽ പോക്കാണോ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? അല്ല. എല്ലാവരും നമ്മൾക്ക് യാത്രയപ്പ് തന്ന് സന്തോഷത്തോടു കൂടി, അവരെല്ലാവരും സ്നേഹത്തോടു കൂടി പോകാൻ കഴിയാതെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന ഒരു ജീവിതമാണ് തിരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. മനസ്സ് സന്തോഷിച്ച ഒരാൾ ഇവിടെ നിന്ന് തിരിച്ചു പോകരുത്, മറിച്ച് മനസ്സ് വേദനിച്ചുകൊണ്ട് പോകണം. ആ പോകുന്ന ആൾ വേദനിക്കുന്നതിലേറെ പറഞ്ഞയക്കുന്ന ആളുകൾ വേദനിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള തിരിച്ചുപോക്ക് അങ്ങനെ ആകണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജീവിതത്തിൽ നിന്നുള്ള തിരിച്ചുപോക്കും അങ്ങനെ ആകണം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് നമ്മുടെ കൂടെ കഴിഞ്ഞവർക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മുടെ സഹോദരന്മാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, നമ്മുടെ അയൽപ്പക്കത്തും അവിടെയും ഇവിടെയും കഴിഞ്ഞ സർവ്വ മനുഷ്യർക്കും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. അത്രയേ ഉള്ളൂ. ആ മറ്റൊരു ലോകത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിൽ വേണം. ഒരു സ്വത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ ലോകത്ത് നമ്മൾ ഉണ്ടാക്കിയ പണമോ പ്രതാപമോ നമ്മുടെ കൂടെ ഉണ്ടാകില്ല, മറിച്ച് നമ്മുടെ കൂടെ ഉണ്ടാകുന്ന നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളാണ്, നല്ല മനസ്സോടുകൂടി നമ്മൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങളാണ്. ഏത് മതക്കാരനാകട്ടെ, ഖുർആൻ പറഞ്ഞതാ, ജൂതനോ ക്രിസ്ത്യാനിയോ ആരാകട്ടെ, സാക്ഷാൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നല്ലത് ചെയ്താൽ അവർക്ക് ആണ് അവിടെ മോചനം എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങൾ എന്നവിടെ പറഞ്ഞില്ല. ആരാകട്ടെ നല്ലത് ചെയ്യുകയും നല്ല വിശ്വാസം അനുഷ്ഠിക്കുകയും ചെയ്ത ആളുകൾക്കൊക്കെ അവിടെ മോചനം എന്നാണ് പറഞ്ഞത്. പരസ്പരം നിങ്ങൾ അന്യോന്യം തടഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ക്ഷേത്രങ്ങൾ പൊടിക്കപ്പെടും, നിങ്ങളുടെ ദേവാലയങ്ങൾ തകർക്കപ്പെടും എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഖുർആൻ പറഞ്ഞത് എന്ത്? മസ്ജിദുകൾ തകർക്കപ്പെടുന്നത് അവസാനമാണ് പറഞ്ഞത്. പള്ളി, മുസ്ലിം പള്ളികളെ കുറിച്ച് അവസാനമാണ് പറഞ്ഞത്. അമ്പലത്തെ കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. അമ്പലം തകർക്കപ്പെടും, നിങ്ങൾ പരസ്പരം തടയണം, കൈപിടിക്കണം, അരുത് എന്ന് പറയണം എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവസാനമാണ് മുസ്ലിം പള്ളിയെ കുറിച്ച് പറഞ്ഞത്. എന്താണ് ഇതിന്റെ അർത്ഥം? ഒരു ദേവാലയവും തകർക്കപ്പെടരുത്, ഒരു പള്ളിയും തകർക്കപ്പെടരുത്, ഒരു മനുഷ്യന്റെ നേരെയും കടാരയന്തരുത്, ഒരാളും ഇവിടെ കരയരുത്, ഒരു കണ്ണീരും ഈ ഭൂമിയിൽ വീഴാൻ ഇടവരുത്തരുത്. ഏതു മതക്കാരനായിരുന്നാലും അവന്റെ കണ്ണുനീര് നീ തുടച്ചു കളയുക, കരയാതിരിക്കാനുള്ള കാരണങ്ങൾ തേടുക. ഒരു ഉമ്മയും സ്വന്തം മകൻ തീവ്രവാദിയായി പോയതിന്റെ പേരിൽ കരയരുത്. എന്റെ മകന്റെ മയ്യത്ത് എനിക്ക് കാണേണ്ട എന്ന് ഒരു സഫിയക്കും ഇനി പറയേണ്ടി വരരുത്. അതിനെന്ത് വേണം? അങ്ങനെയുള്ള മക്കൾ വളർന്നു വരരുത്. തീവ്രവാദത്തിന്റെ മേഖലകളിലേക്ക് ഈ പരപ്പനങ്ങാടിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ള മക്കൾ കശ്മീർ താഴ്വാരങ്ങളിലേക്ക് എത്തിയതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പരസ്പരം തടഞ്ഞില്ല, നമ്മൾ പ്രോത്സാഹിപ്പിച്ചു. പലരും
എൻ്റെ ഉള്ളിലും എവിടെയൊക്കെയോ ഒരു NDF-കാരൻ വളരാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടാകട്ടെ എന്ന് മലപ്പുറത്തെയും കോഴിക്കോട്ടെയും മുസ്ലിങ്ങൾ പറയാൻ പാടില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ആവശ്യമില്ല. മതത്തിന്റെ പേരിൽ ജീവിക്കുകയും മതത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടത്തുകയും ചെയ്യുന്ന ഹൈന്ദവ ഭീകരവാദികളായ ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അവന്റെ അങ്ങനെയും ചിലരുണ്ടാകട്ടെ എന്ന് നമ്മൾ പറയണില്ല. അങ്ങനെയുള്ളവരുടെ കൈക്ക് പിടിക്കുവാൻ ആരാണോ തയ്യാർ അവരെയാണ് നമ്മൾക്ക് ആവശ്യം. അങ്ങനെയുള്ളവരെയാണ് നമുക്ക് ആവശ്യം. എവിടെയും നമുക്ക് അവിടെയാണ് ആവശ്യം. മതം എന്ന് പറഞ്ഞാൽ സമാധാനമാണ്. ഇസ്ലാം എന്ന വാക്കിനർത്ഥം തന്നെ സമാധാനം. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഈ സമാധാനം? ഇസ്ലാം എന്നുള്ള സമാധാനമാണ്. എന്താണ് സമാധാനം? ഒരു മുസ്ലിം ആകുന്നതോടുകൂടി എൻ്റെ മനസ്സിൽ സമാധാനമാണെന്ന് മാത്രമല്ലത്, പിന്നെന്താണ്? എൻ്റെ അടുത്ത് നിന്ന് മറ്റുള്ളവർക്ക് സമാധാനം കിട്ടണമെന്നാണ്. ഞാൻ അയൽപ്പക്കത്ത് താമസിച്ചിട്ട് അവൻ അതിൽപ്പെട്ട ആളാണല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ഇപ്പുറത്ത് താമസിക്കുന്ന മറ്റൊരു കുടുംബത്തിന് എന്നെ കുറിച്ചൊരു പേടി ഉണ്ടാകാൻ പാടില്ല എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം. ഇബ്രാഹിം എന്ന ഒരു നബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഏബ്രഹാം എന്നാണ് ബൈബിൾ പറയുന്നത്. ആ ഏബ്രഹാം പ്രവാചകൻ ഒരു പുതിയ സത്യ ആദർശവുമായിട്ടാണ് വന്നത്. അദ്ദേഹം പ്രവാചകനായിരുന്നു, ദൈവത്തിൽ നിന്ന് അവതീർണമായ പ്രവാചകനാണ്. പക്ഷെ ആ പ്രവാചകന്റെ പിതാവ് ഏറ്റവും മോശക്കാരനായ ഒരു മനുഷ്യനായിരുന്നു. ഈ പ്രവാചകനായ മകന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു പിതാവ്. പക്ഷേ ആ ശത്രുവായ പിതാവിനെ ഏബ്രഹാം എന്ന മകൻ വിളിക്കുന്നത് എങ്ങനെയാണ്? വിളിക്കുന്നത് ഖുർആൻ പറയുന്നത് യാ അബത്തി എന്നാണ്. യാ അബത്തി എന്ന് പറഞ്ഞാൽ വാപ്പ എന്നല്ല, അച്ഛ എന്നല്ല, പിന്നെയോ എൻ്റെ പ്രിയങ്കരനായ പിതാവേ, എനിക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞിട്ടുള്ള എൻ്റെ അച്ഛ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അപ്പൊ ശത്രുവായൊരു പിതാവിനെ ഒരു മകൻ പ്രവാചകനായ ദൂതനായ ദൈവദൂതനായ ഒരു മകൻ വിളിക്കണത് എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട പിതാവേ എന്നാണ്. ഇതെന്താണ്? ഒരേ ആദർശം വ്യത്യസ്ത ആദർശമുള്ള ആളുകൾ ഒരു വീട്ടിൽ കഴിയാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം നമ്മൾ സൂചിപ്പിച്ചത് മതം എന്ന് പറഞ്ഞാൽ ഒരു സമാധാനമാണ്. ആ മതം സ്വയം സമാധാനിക്കുക മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയണം. ഒരു കയറിൻ തുമ്പിലോ ഒരു വിഷത്തുള്ളിയിലോ ജീവിതം ഒടുക്കാത്ത വിധം നമുക്ക് കരുത്ത് നൽകുന്നത് മതവിശ്വാസമായിരിക്കണം. അതാണ് ആ സമാധാനം. അത് ഒരേ സമയം ഉള്ളിൽ സമാധാനമാണ്, അതേസമയം മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഹൈന്ദവ ധർമ്മം എന്നാണ് പറയാറുള്ളത്. അതൊരു ധർമ്മമാണ്. സൽപ്രവർത്തനങ്ങളുടെ ഒരു സംഘാതമാണ് മതം. അതാണ് ഹൈന്ദവ ധർമ്മം. ഹൈന്ദവ മതമല്ല, ഹൈന്ദവ ധർമ്മമാണ്. ധർമ്മമാണത്. സൽപ്രവർത്തനങ്ങളുടെ ഒരു സമ്മേളനമാണ് ആ മതം എന്ന് പറയുന്നത്. അവ എല്ലാ മതങ്ങൾക്കും ഇതാണ് പരസ്പരം കൈമാറുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടിയാണ് നമ്മളൊക്കെ വളരുന്നത്. നമ്മളെല്ലാവർക്കും അങ്ങനെ പശ്ചാത്തലം ഉണ്ടാവും. ചെറുപ്പം മുതൽ നമ്മൾ കളിച്ചു വളർന്നതൊക്കെ എന്തെങ്കിലും മതം നോക്കിയിട്ടൊന്നുമല്ല. അങ്ങനെ തന്നെയാണ് ഇനി ജീവിക്കേണ്ടത്. അത്രേ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. എൻ്റെ വീട്ടിൽ ഞങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കുന്ന ഒരാളുണ്ട്. എത്ര നേരം വന്ന് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കഴിയും അത്ര നേരം വന്നിട്ട് ഭക്ഷണം കഴിക്കും. അത് എൻ്റെ വീട്ടിലൊരു ഉമ്മ ഉള്ളതുപോലെ എൻ്റെ വീട്ടിലൊരു അമ്മയുമുണ്ട്. തൊട്ടപ്പുറത്തുള്ള ഒരു അമ്മയാണ്. ആ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കും. 3 നേരത്തുള്ള ഭക്ഷണത്തിൽ ഒരു നേരമെങ്കിലും അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടാവും. ഓണത്തിന് എല്ലാ ഹൈന്ദവ വീടുകളിലേക്കും ഉപ്പാക്കറിയുന്ന എല്ലാ വീടുകളിലേക്കും നാളികേരം കൊണ്ടുകൊടുക്കേണ്ട ചുമതല എനിക്കായിരുന്നു. തേങ്ങ ഇല്ലാത്ത വീടുകളിലേക്ക് ഇത് കൊണ്ടു കൊടുക്കും നമ്മളെ വീട്ടിൽ നിന്ന്. എന്തിനാണത്? അത് ആ സൗഹൃദത്തിൽ നിലനിർത്താൻ വേണ്ടിയാണ്. സൗഹൃദം ഉണ്ട് എന്ന് മനസ്സ് പറയല്ല, അത് നമ്മൾ പ്രാവർത്തികമാക്കി നമ്മുടെ ജീവിതത്തിൽ കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു പുലർക്കാലം നമ്മൾ സ്വപ്നം കാണുകയല്ല, അതിലേറെ നല്ല ഒരു പുലർക്കാലത്ത് നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയും. പുതിയൊരു പുലർക്കാലത്ത് നമ്മളൊക്കെ കൊതിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒന്നാവുന്ന, നമ്മളൊക്കെ ഒന്നിച്ചു ചേരുന്ന ഒരു പുലർക്കാലം. പ്രവാസികൾ എന്ന നിലക്ക് ഒരുപാട് മനോവേദനകളുള്ള ആളുകളാണ് നമ്മൾ. ആ മനോവേദനകൾക്കിടയിൽ നമുക്ക് പല മനോവേദനകളും വന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്തകളാകട്ടെ, ലോകത്തിൻ്റെ പല ദിക്കിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ നമ്മളെ ആലോചനപ്പെടുത്തുകയാണ്. നമ്മളിവിടെ ഒരുപാട് സങ്കടത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. ഈ അടുത്തൊരു പ്രവാസി സുഹൃത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, റൂംമേറ്റ് ഉണ്ട്. ആ റൂംമേറ്റ് നാട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നില്ല. അപ്പൊ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വിളിക്കും, എന്താ വരുന്നില്ല എന്ന് ചോദിക്കും. ആ വരുന്നുണ്ട് എന്ന് പറയും. പക്ഷേ ഇയാൾ വരില്ല. പിന്നെ ചോദിക്കും, വരുന്നില്ല, ഇയാൾ വരില്ല. കാരണം ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? എടാ, എൻ്റെ കുട്ടിൻ്റെ പല്ല് വരുന്നുണ്ട്, അതൊന്ന് കണ്ട് പൂർത്തിയായിട്ട് വരാം എന്നാണ് പറയുന്നത്. ഇതാണ് ഒരു പ്രവാസിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ. വൈകുന്നേരം കുടുംബത്തിലേക്ക് കയറി ചെല്ലുന്നവരല്ല അധികം ആളുകളും. കുടുംബം എന്ന് കേൾക്കുമ്പോഴേക്ക് കണ്ണ് നിറയുന്ന മനുഷ്യരാണ്. അങ്ങനെയുള്ള ആളുകളാണ് നമ്മളൊക്കെ. ആ ഒരു വേദന ഓരോ പ്രവാസിയുടെയും വേദനയാണ്.
നമ്മുടെയൊക്കെ വേദനയാണത്. ആ വേദനകൾ പങ്കുവെക്കാനുള്ള ഇത്തരം സന്ദർഭങ്ങൾ അധികമാകണം. ഇത്തരം കൂട്ടായ്മകൾ ഇനിയും വർദ്ധിക്കണം. ഇപ്പോൾ ഒരു സംഘടന, ഇന്ത്യൻ ഇസ്ലാഹി സെൻറ്റർ, ഖത്തറിലെ മുസ്ലിങ്ങൾക്കിടയിൽ നവോത്ഥാന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന. ആ സംഘടനയാണ് ഇപ്പോൾ ഇത് സംഘടിപ്പിച്ചതെങ്കിൽ നാളെ മറ്റൊരാളുകൾക്കും ഇത് സംഘടിപ്പിക്കാവുന്നതാണ്. സംസ്കൃതിയുടെ ഭാരവാഹികൾ ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ബഹുമാനപ്പെട്ട സാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് സംഘടിപ്പിക്കുക, മനുഷ്യരെക്കുറിച്ച് സംസാരിക്കുക. മതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അടുപ്പിക്കുവന്ന, നമ്മളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന മതത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞതുമായി വല്ല എക്സ്പ്ലനേഷനും ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ നിങ്ങളോട് വന്നിട്ട് പറയുകയും ചെയ്യണം. ഇതൊരു ഫോർമൽ രൂപത്തിലല്ല നമ്മൾ സംഘടിപ്പിച്ചത്. നമുക്ക് പരസ്പരം പറയാനും പങ്കുവെക്കാനുള്ള സന്ദർഭമാണ്. ഇത് പ്രസംഗം ആയി പോകാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ആയി പോയിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങൾ ക്ഷമ ചോദിക്കുന്നു. എന്തെങ്കിലും വേദനാജനകമായ വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്മകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു.